ഇഖ്ലാസിന്റെ മർത്തബകൾ, ഇഖ്ലാസിന് ദർജകളുണ്ട്. 1ാം ദർജ, 2ാം ദർജ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പദവി. ആദ്യത്തേതാണ് ഏറ്റവും നല്ലത്. ആദ്യത്തെ പദവി എന്താന്ന് ചോദിച്ചാൽ 100ൽ 100% അള്ളാഹുവിന് മാത്രം, അള്ളാഹിന്റെ പ്രതിഫലം മാത്രം ലക്ഷ്യം വെക്കുക. വേറൊരു ലക്ഷ്യമല്ല. ഇനി മുബാഹായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും. നമ്മൾ പള്ളിയിൽ പോകുമ്പോ പിന്നെ പള്ളിക്കും പോവാ, വീട്ടിലുള്ള പിന്നെ എന്തും വാങ്ങാം, സാധനങ്ങളും വാങ്ങാം എന്നൊരാൾ നിയത്ത് വെച്ച് വിചാരിച്ചോളി. ഇത് ഒരു കർമ്മം ചെയ്യുമ്പോ ഒന്നുമില്ല, അള്ളാഹുവിന് മാത്രം ലക്ഷ്യം വെച്ചു, അള്ളാഹിന്റെ അടുത്തുള്ളത് മാത്രം എന്ന് ലക്ഷ്യം വെച്ചു. ഒന്നും ലക്ഷ്യമല്ല. ഗനീമത്ത്, യുദ്ധം ചെയ്ത ഗനീമത്ത് പോലും ലക്ഷ്യമല്ല. മോശ ലക്ഷ്യങ്ങൾ പോട്ടെ, നല്ല ലക്ഷ്യങ്ങളും വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഒരു ലക്ഷ്യമല്ല, ആകെ ഒരേ ഒരു ലക്ഷ്യം, അത് അള്ളാഹു മാത്രം, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, അള്ളാഹിന്റെ അടുത്തുള്ളത് മാത്രം. ഇതാണ് ഫസ്റ്റ് ദർജ, ആദ്യത്തെ ദർജ. ചില ആളുകൾ പിന്നെ കുറെ നിസ്കരിച്ച ശരീരത്തിന് കുറച്ചുകൂടി ആരോഗ്യമാണ്, നിസ്കാരത്തിന് അങ്ങനെ പ്രത്യേകതകളുണ്ടല്ലോ. നിസ്കരിച്ചാൽ ആരോഗ്യമായിട്ട് കുറച്ച്, അതൊന്നുമില്ല ലക്ഷ്യം അള്ളാഹു മാത്രം, അള്ളാഹിന്റെ പ്രതിഫലം മാത്രം. പള്ളിയിലേക്ക് നടക്കുമ്പോ അയാൾക്ക് എന്ത് കൂടും? പ്രതിഫലം കൂടും. ഓരോ ചവിട്ടിന് എത്ര പ്രതിഫലം ഉണ്ട്? ഒരു പ്രതിഫലം, ഒരു അജ്ർ അല്ലാഹു രേഖപ്പെടുത്തുകയും ഒരു തെറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പിന്നെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഒരു ലക്ഷ്യമല്ല, അള്ളാഹു മാത്രം. ഒരു മാനയിലേക്കും തിരിയുന്നില്ല, അള്ളാഹിന്റെ ലക്ഷ്യം മാത്രം. അപ്പൊ ഈ തെറ്റ് പുറത്തിട്ട് അള്ളാഹുവിന്റെ അടുക്കലുള്ളത് മാത്രം, വേറൊരു ലക്ഷ്യവും അവനില്ല. ഇതാണ് ഏറ്റവും വലിയ ദറജ, ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പൊ ഇതിൽ ഈ മർത്തബിൽ എന്ത് കിട്ടും? സ്വാഭാവികമായിട്ടും അള്ളാഹുവിൽ നിന്നുള്ള ഖുർആൻ ഓതാണ്, അള്ളാഹിനെ മാത്രം ലക്ഷ്യം വെച്ച് ഓതാണ്. അപ്പൊ ഖുർആനിലൂടെ ഒരാൾക്ക് ശിഫ കിട്ടും എന്നുള്ള പറഞ്ഞ അയാൾക്ക് കിട്ടും, സ്വാഭാവികമായിട്ട് ആൾക്ക് കിട്ടും. പിന്നെ മാത്രമല്ല അദ്കാർ സ്വഭാവം ചൊല്ലിക്കഴിഞ്ഞാൽ പിശാചിന് രക്ഷ കിട്ടും. ഇയാളൊന്നും ചിന്തിക്കലെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ആളിലേക്ക് വരും, സ്വാഭാവികമായിട്ടും വരും. അപ്പൊ ഇയാൾക്ക് ഇത് എന്താ കിട്ടും? ഇങ്ങനെ ലക്ഷ്യം വെച്ചാൽ, വേറെ ലക്ഷ്യം, അള്ളാഹിനെ മാത്രം ലക്ഷ്യം വെച്ചാൽ എന്തൊക്കെ അള്ളാഹ് ആ കർമ്മത്തിലൂടെ പഠിപ്പിച്ചു ആൾക്ക് എന്താ പറയാ, കിട്ടിക്കോളും, തൊബാൻ കിട്ടും, ഫിഅലൻ കിട്ടും. അതൊന്നും ലക്ഷ്യം വെച്ചില്ലെങ്കിലും വരും. അയാൾക്ക് പരലോകത്ത് അള്ളാഹിന്റെ അടുക്കൽ വലിയ കൂലി ഉണ്ടാവും, ചെറിയ കൂലി നല്ല വലിയ കൂലി ഉണ്ടാകും. പിന്നെ മാത്രല്ല ദുനിയാവിൽ ഒരു മനുഷ്യന് നേരെ ചൊവ്വെ ഇസ്തിഖാമത്തോടു കൂടി അള്ളാഹിന്റെ വഴിയിൽ തെറ്റാതെ സഞ്ചരിക്കാൻ സാധിക്കും. പിന്നെ ദുനിയാവിൽ ഉണ്ടാവാന്ന് വെച്ചാൽ അള്ളാഹു എല്ലാ കേടുകളിൽ നിന്നും അയാളെ രക്ഷിക്കും ചെയ്യും. ഇപ്പൊ യൂസുഫ് നബിയുടെ കഥ പറഞ്ഞതുപോലെ. 2ാമത്തെ ദർജ, ഇതിന് താഴെയുള്ള പദവി എന്താന്ന് വെച്ചാല് ഒരാൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അള്ളാഹിനെ ലക്ഷ്യം വെച്ചു, പിന്നെ അനുവദിക്കപ്പെട്ട ചിലതിലേക്ക് അയാൾ തിരിഞ്ഞു നോക്കി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ കച്ചവടം ഹജ്ജിന് പോവാണ്, അള്ളാഹിന്റെ വജ് ഉദ്ദേശിച്ചാണ് ഹജ്ജ് ചെയ്യണത്. അപ്പൊ അയാൾ കച്ചവടം ലക്ഷ്യം വെക്കുന്നുണ്ട്, ആ യാത്രയിൽ കച്ചവടം ലക്ഷ്യം വെക്കാലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിൻ റബ്ബിക്കും. ഇത് ആ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. കച്ചവടം ചെയ്യാ ഒന്നും പ്രശ്നമല്ല. അപ്പോ ചില അനുവദിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് അയാളുടെ മനസ്സ് പോയി എന്നുള്ളത് കൊണ്ട് പ്രശ്നമല്ല, അത് 2ാമത്തെ പദവിയായിരിക്കും. നമ്മൾ ഏറ്റവും വലിയ ആളുകളുടെ പദവിയാണ് ആദ്യം പറഞ്ഞത്. ഇവർ അല്ലാഹ് മാത്രം ലക്ഷ്യം, സ്വാഭാവികമായിട്ട് ഇതൊക്കെ അതിലൂടെ വന്നു പോയിക്കോളും. പിന്നെ ഒരാൾ നിസ്കാരത്തിലേക്ക് വരുന്നത് അള്ളാഹുവിന്റെ അമറിന് ഉത്തരം നൽകിക്കൊണ്ടാണ്, അള്ളാഹിനെ അനുസരിച്ചുകൊണ്ടാണ്, വേറെ ഒന്നിലേക്കും തിരിഞ്ഞു പോകുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പള്ളിയിൽ പോയാൽ എന്നാലും നല്ലൊരു മുസ്ലിമായ ആളുകൾ എന്നെ സ്വീകരിക്കുന്നതൊന്നുമില്ല. ഇങ്ങനെയുള്ള ഇനിയിപ്പോ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം 2ാം ദർജയിലൊക്കെ എത്തുമ്പോൾ. ഇത് നമ്മൾ മനസ്സിലാക്കുക, 2 പദവികളാണ് ഇഖ്ലാസിനുള്ളത്. ഒന്ന് ഏറ്റവും വലിയ ആളുകൾക്കുള്ള പദവിയാണ്, 2 നമ്മുടെയൊക്കെ മനസ്സിൽ വന്നു പോണതാണ്. ചില ലക്ഷ്യങ്ങളൊക്കെ അനുവദിക്കപ്പെട്ടതാണ്, അത് പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി ഇഖ്ലാസിന്റെ ആ ഒരു രഹസ്യം, അതിന്റെ ഒരു സൂക്ഷ്മത കിടക്കുന്നത് എവിടെയാണ്? ഇഖ്ലാസ് വളരെ മൈന്യൂട്ടായ കാര്യമാണ്. ദിഖ്ഖത്തുൽ ഇഖ്ലാസ് എന്ന് പറയും. ഇഖ്ലാസ് വളരെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല, അത് വളരെ നമുക്ക് അന്യൂനമായി കിടക്കാന്നൊക്കെ പറയില്ല, വളരെ ചെറുതാണത്. അത് എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുക? നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസമാണ് ഇഖ്ലാസ്. കാരണം ശരീരത്തിന് ഒന്നും ഇഖ്ലാസിൽ കിട്ടൂലല്ലോ. ശരീരത്തിന് വേറെ എന്ത് കർമ്മം ചെയ്യുമ്പോൾ എന്തെങ്കിലും കിട്ടും, പക്ഷെ ശരീരത്തിന് ഇതുകൊണ്ട് ഒരു സുഖമല്ല. ശരീരത്തിന് എന്താ കിട്ടുന്നത് വെച്ചാൽ നഫ്സിന് ഒരു ഓഹരി ഇതിലില്ല, ഒക്കെ അല്ലാഹു കൊടുക്കല്ലേ. അപ്പൊ ശരീരത്തിന് കുറച്ച് പ്രയാസമായിരിക്കും. ഒരു കർമ്മം ചെയ്ത ആരെയും പ്രതീക്ഷിക്കാൻ പാടില്ല, ഒന്നും അള്ളാഹിനെ മാത്രം ആലോചിക്കാൻ പറയുമ്പോൾ ശരീരം കുറച്ച് പ്രയാസപ്പെടും. അപ്പൊ നമ്മളത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ശ്രദ്ധിക്കണം. എന്നാൽ ഒരാൾക്ക് ഇഖ്ലാസ് എന്നുള്ള പദവി അയാൾക്ക് ശരിയായി കിട്ടിയാൽ, ഒരാളുടെ ഇഖ്ലാസ് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ ശരീരത്തിന് പിന്നെ ഏറ്റവും വലുത് ഇഖ്ലാസ് ആയിരിക്കും. എന്നാൽ ശരീരം അത് ആസ്വദിക്കുന്ന ഒരു കാലം വരും.
ഉവൈസുൽ ഖർനി എന്നവർ പറഞ്ഞ ഒരു പദം പറയാണ്. ഇദാ ഖുംത, നീ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ, ഫദ്ഉല്ലാഹ അൻ യുസ്ലിഹ ലക ഖൽബക വനിയതക, അല്ലാഹുവേ എന്റെ ഹൃദയം നന്നാക്കി തരണേ, എന്റെ നിയ്യത്ത് നന്നാക്കി തരണേ എന്ന് നീ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഫലൻ തുആലിജ ശൈഅൻ അശദ്ദ അലൈക മിൻഹുമാ, ഇത് രണ്ട് നന്നായി കിട്ടാന്നുള്ളതിന് അപ്പുറം വേറെ ഒന്നും നീ പരിശ്രമിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രയാസമുള്ള പണി ഇതായിരിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ രൂപത്തിൽ നിയ്യത്ത് നന്നാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഏറ്റവും പ്രയാസം ഇഖ്ലാസ് നന്നായി കിട്ടാനാണ്. എത്ര നമ്മൾ ഒരു ഭയങ്കരമായ കല്ല് ചുമക്കുന്നതിനേക്കാൾ വലിയ പണിയായിരിക്കും ആദ്യ സമയത്തൊക്കെ ഇഖ്ലാസ് നന്നായി കിട്ടാന്ന് പറഞ്ഞു. നമുക്ക് ആർക്കും ഇതിപ്പോ ഞാൻ പറയുന്നല്ലാതെ ഇതൊന്ന് ശരിയായി കിട്ടണമെങ്കിൽ ഭയങ്കര പണിയാണ്. സുബ്ഹാനല്ലാഹ്, അതൊന്നും നേരായി കിട്ടാനേ. ഇഖ്ലാസിനെ പറ്റി എത്ര പ്രസംഗിച്ചാൽ ചിലപ്പോൾ ഇഖ്ലാസ് ശരിയായി കിട്ടണമെന്നില്ല. അത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് ഒരു പരിശ്രമത്തിന്റെയും കൂടി റിസൾട്ട് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കുറേ സമയം അതിനിപ്പോ അള്ളാനെ ആലോചിക്കുക, അള്ളാഹ് എന്നെ നോക്കുന്നുണ്ടല്ലോ, അള്ളാഹ് കാണുന്നുണ്ടല്ലോ, അപ്പൊ അള്ളാഹുവിന് വേണ്ടിയാണല്ലോ ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ തോന്നണം. ഇതൊക്കെ എപ്പോഴും മനസ്സിലുണ്ടാകണം, ഒരിക്കലും വിട്ടുപോകരുത്. ഒരു കർമ്മം കഴിഞ്ഞ് അടുത്ത കർമ്മത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇഖ്ലാസ് നഷ്ടപ്പെടാം. ഇനി വേണ്ട ഒരു പേജ് ഓതി അടുത്ത പേജ് എത്തുന്നതിന് മുമ്പ് ഖുർആൻ ഓതുമ്പോൾ ഇഖ്ലാസ് നഷ്ടപ്പെടാം. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ തുടക്കത്തിൽ ഇഖ്ലാസ് ഉണ്ടാവാം, റുക്കൂ പോകുമ്പോൾ എന്ത് നഷ്ടപ്പെടാം, ഇഖ്ലാസ് നഷ്ടപ്പെടാം, അങ്ങനെയൊക്കെ വരാം. അപ്പൊ അത് നന്നാക്കി എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഭയങ്കര പ്രയാസമുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, നഫ്സിന് ഒരു ഓഹരി ഇതിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല ഇത് പ്രയാസമുള്ള കാരണം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ നമുക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയില്ല. വേണ്ട അറിയാൻ പറ്റും, ഇങ്ങോട്ട് വരണ്ട അറിയാൻ പറ്റും. മനസ്സിൽ ചിന്തകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കൂലേ, മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ അതിന്റെ അടിയിൽ കൂടി നമ്മൾ ഇഖ്ലാസ് നന്നാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഹൃദയത്തിന് ഫുആദ് എന്നുള്ളൊരു പേര് നല്ല പഠിച്ചല്ലോ. ഹൃദയത്തിന് എന്ത് പേരുണ്ട്? ഫുആദ്. ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ്. എന്താ ഫുആദ് എന്ന് പറയാൻ കാരണം? അത് അതിന്റെ ഒരു തീ കത്തലും ഒരു ചൂടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഫുആദ് എന്നൊക്കെ പറഞ്ഞാൽ തീ കത്തുന്നതിനെ പറ്റിയാണ് പറയാം. എപ്പോഴും ചിന്തകൾ ഇങ്ങനെ വന്നോണ്ട് ഖവാത്തിർ വാരിദാത്ത് വന്നുകൊണ്ടേയിരിക്കും. ചില സുഫിയാൻ സൗരിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്യം പറഞ്ഞാൽ, എന്റെ നിയ്യത്തിനേക്കാൾ വേറെ ഒരു കാര്യം നന്നാക്കുന്നതിലും പരിശ്രമിച്ചിട്ട് ഇത്ര പ്രയാസം എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നഹാ തഖല്ലബു അലൈ, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കാണ്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഇസ്നാനി രണ്ട് കാര്യങ്ങളുണ്ട്, അന ഉആലിജുഹുമാ മുൻദു 30 സന, 30 വർഷമായി ഞാനത് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് തർക്കുത്വമഇ ഫീമാ ബൈനി വ ബൈനന്നാസ്, ജനങ്ങൾക്കും എനിക്കിടയിലുള്ള ഞാൻ അവരുടെ കാര്യങ്ങൾ ഒരു കൊതി അത് പോണില്ല. അതേപോലെ തന്നെ ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, കർമ്മം അല്ലാഹുവിന് വേണ്ടി മാത്രമാക്കുക, ഇതെനിക്ക് ഭയങ്കര പണിയായി തോന്നുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അഅസ്സു ശൈഇൻ ഫി ദുനിയ അൽ ഇഖ്ലാസ്, ദുനിയാവിലെ ഏറ്റവും ഇസ്സത്തുള്ള കാര്യം ഒരാൾ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രയാസം. വകം അജ്തഹിദു ഫി ഇസ്ഖാത്തി റിയാഇൻ ഖൽബി, എന്റെ ഹൃദയത്തിൽ നിന്ന് ഇഖ്ലാസിനെ പോയിപ്പിക്കാൻ ഞാൻ എത്ര പരിശ്രമിച്ചു എന്നറിയുമോ? ഫകഅന്നഹു യംബുതു അലാ ലൗനിൻ ആഖർ, ഒരു വട്ടം ഇഖ്ലാസ് ചെയ്യുമ്പോൾ അപ്പത്തിന് വേറെ ഇതിലൂടെ മുളച്ചു വരും, പിന്നെ വേറെ മുളച്ചു വരും, അങ്ങനെ വേറെ ചിന്തകൾ മുളച്ചു വരും. എന്താണ് ഇപ്പൊ ഇതിന് ചെയ്യാ? അപ്പൊ നന്നായി പണിയെടുക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അത് നമുക്ക് പറഞ്ഞ പണിയല്ല, അങ്ങനെ തോന്നാലോ. നമ്മളൊക്കെ എത്ര പരിശ്രമിച്ചാലും നമുക്ക് ഇഖ്ലാസ് ഉണ്ടാവില്ലട്ടോ എന്ന് തോന്നരുത്. അള്ളാഹ് നമ്മളോട് കൽപ്പിച്ച തന്നെ ഇഖ്ലാസ് ഉള്ളവരായി ജീവിക്കാനാണ്, ഇല്ലെങ്കിൽ കാര്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ പറയണേക്കാലോ, ഞാൻ ഇന്ന് രാത്രി ആ ഒരു ഇന്ന സമയത്ത് വൈകിയ സമയത്ത് എണീറ്റപ്പോ ഞാൻ ഇന്ന സൗണ്ട് കേട്ടു, ചിന്ന സൗണ്ട് കേട്ടു. ചില ആളുകൾ പറയണതിനെ കാരണം ആ സൗണ്ട് കേട്ടു എന്ന് അറിയിക്കാന്നല്ലേ കാരണം. പിന്നെ രാത്രി ആ സമയത്ത് ഞാൻ എഴുന്നേറ്റു എന്ന് ആളുകൾ അറിയിക്കാൻ പറഞ്ഞതാണ്. ഈ സലഫുകളുടെ കൂട്ടത്തിൽ ചില പണ്ഡിതന്മാരുടെ വാക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു വാക്ക് പറഞ്ഞുതരാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി എഴുന്നേറ്റു, സഹറിന്റെ സമയത്ത് എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹം പറയട്ടോ, ഞാൻ നിസ്കരിക്കുന്നല്ലേ കേട്ടോ, അങ്ങനെ തെറ്റിരിക്കുന്നു പറയാം, നിസ്കരിക്കുന്നല്ലേ ആളുകള് അതിനുവേണ്ടി പറഞ്ഞല്ല. അങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ആളുകൾക്ക് തോന്നിക്കോട്ടെ, ഞാൻ ഇങ്ങനെ കർമ്മം ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പറയണ്ട.
ആളുകൾ. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിസ്കരിക്കാൻ നിൽക്കൽ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എണീറ്റതാണ്. ഇതൊക്കെ ചിലപ്പോൾ റിയാനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കളയും. ഞാൻ സഈദ് ഇബ്നു ജുബൈറിന്റെ അടുത്തിരിക്കുകയായിരുന്നു. സഈദ് ഇബ്നു ജുബൈറിന്റെ ശിഷ്യൻ പറയാം, ഈ ഹദീസ് വളരെ പ്രസിദ്ധ ഹദീസാണ്. ഇന്നലെ രാത്രി ഒരു നക്ഷത്രം പോണത് നിങ്ങൾ എല്ലാവരും കണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ, ഞാൻ കണ്ടു, ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, പക്ഷെ എനിക്ക് നല്ല ഒരു തേളിന്റെ കുത്തുകൊണ്ടു, അപ്പൊ ഭയങ്കര വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനത് കണ്ടല്ല, നിസ്കരിക്കുന്നല്ലേ കേട്ടോ എന്ന് ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇത് റിയാ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് എന്റെ കർമ്മം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള അടിസ്ഥാനത്തിൽ. അപ്പൊ നല്ല പരിശ്രമങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾക്കുണ്ടാകണം. എപ്പോഴും ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നാണെന്ന് നമുക്ക് തോന്നണം. പിന്നെ ഇഖ്ലാസ് ഉണ്ടാവാനുള്ള പണിക്ക് പ്രയാസത്തിന് കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ശരീരം എപ്പോഴും ഈ രൂപത്തിലുള്ള വികാരങ്ങളോട് താതാത്മ്യപ്പെട്ടാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. കുറെ വികാരങ്ങൾ മനസ്സിലുണ്ട്. ആളുകൾ എന്നെ കുറിച്ചൊന്നും മനസ്സിലാക്കിയ തിരക്കേടില്ല എന്നെല്ലാവരും മനസ്സിലുണ്ടാവും. എന്നെ കുറിച്ച് ആളുകളൊക്കെ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ നല്ലത് വിചാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നെല്ലാരും വിചാരിക്കും. ആ ശഹവത്ത് പ്രശ്നമാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ. ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു അലങ്കാരമാക്കിയതാണ്. സമ്പത്ത്, സ്ത്രീകള്, അതേപോലെ തന്നെ സ്വത്തുക്കള്, വാഹനങ്ങളൊക്കെ. നമ്മുടെ ശരീരം ഇതിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇഖ്ലാസ് നഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. ആദ്യം അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞത് സ്ത്രീകളാണ്. കാരണം അത് ഫിത്നയില് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പരീക്ഷണാണ്. സ്ത്രീകൾ പെട്ടെന്ന് വീണു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ മക്കളെ പറഞ്ഞു, കാരണം മക്കളെ കൊണ്ടാണ് ഒരാൾക്ക് പവർ, ശക്തിയൊക്കെ കിട്ടുക. അതേപോലെ ഫഖ്ർ അടിക്കാൻ പറ്റണം. പിന്നെ സമ്പത്ത് പറഞ്ഞു, അതും ഈ പറയപ്പെട്ട അടുത്തൊരു ദർജയാണ്. പിന്നെ ആളുകൾക്ക് അതേപോലെ ഓരോ വാഹനങ്ങൾ പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഓരോ ഓർഡറിൽ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരം എപ്പോഴും ഇങ്ങനത്തെ കൊതിക്കും. അപ്പൊ ഇഖ്ലാസ് ഉണ്ടാക്കാൻ പണിയായിരിക്കും എന്നുള്ളതാണ്. യാ അല്ലാഹ്, ചില ആളുകൾ ഇതിനു വേണ്ടി മാത്രം കർമ്മം ചെയ്യും എന്ന് പറഞ്ഞാല് ഇഖ്ലാസ് ഉണ്ട് എന്ന് തോന്നിപ്പിച്ചിട്ട് അത് ഇഖ്ലാസ് ഇല്ലായ്മയാണല്ലോ. ആളുകളോട് ഇഖ്ലാസ് ഉള്ള പോലെ നിന്ന് ആളുകൾ എന്നെ കുറിച്ച് ഇഖ്ലാസ് ഉള്ള ആളാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും ഇഖ്ലാസിന് കോട്ടം തട്ടിക്കും. അപ്പൊ അതൊക്കെ ഓരോരോ, ചില ആളുകൾക്ക് പണം കിട്ടുന്നതിനേക്കാളും സമ്പത്ത് കിട്ടുന്നതിനേക്കാളും ഒക്കെ വലുതേക്കാര ആളുകളുടെ മനസ്സിൽ പുകയത്തൽ കിട്ടല്. അപ്പൊ അതുകൊണ്ട് അയാൾ എല്ലാം ഒഴിവാക്കും. നമ്മൾ വിചാരിക്കും ആൾ വലിയ സാഹിദാണ് വിചാരിക്കും. കണ്ടോ, അയാൾക്ക് ദുനിയാവിനോട് ഭയങ്കര വിരക്തിയാണ്, അയാൾക്ക് ഒന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അയാൾക്ക് ആവശ്യം എന്താണ്? ഈ പറച്ചിലാണ് വേണ്ടത്. ഈ പറച്ചിലാണ് അയാൾ അത് ചെയ്തത്. അപ്പൊ അതിനേക്കാൾ വലിയ ഉള്ളു പൊള്ളാണ് എന്ന് മനസ്സിലാക്കുക. സിദ്ദീഖീങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും ഇല്ലാത്തൊരു സാധനമായിരിക്കും നേതൃത്വ മോഹം എന്നൊക്കെ പറയുന്നത്. എപ്പോഴും മനുഷ്യന്മാരെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണത്. ഇനി ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, ഇഖ്ലാസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്തൊക്കെ കിട്ടും? ഒരാൾ സ്വഭാവത്തിൽ അയാൾ നല്ല മുഖ്ലിസ് ആണെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ആളാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ അയാൾക്ക് ലഭിക്കും? സമറാത്തുൽ ഇഖ്ലാസ് എന്ന് പറയാം. ഇഖ്ലാസിന്റെ ഫലങ്ങൾ, ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ സ്വാധീനിക്കും, എന്തൊക്കെ പ്രതിഫലനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഉണ്ടാവുക? അത് ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്. ആദ്യം നമുക്ക് ദുനിയാവിൽ പറയാം. ഒരാൾക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹു ദുനിയാവിൽ കൊടുക്കുന്ന കാര്യങ്ങൾ പറയാം. ഒരുപാടുണ്ട്. അതിൽ പെട്ടതാണ്, പെട്ടെന്ന് കൊടുക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഒരാളുടെ കർമ്മം അല്ലാഹു സ്വീകരിക്കും. ആദ്യം അത് പറയാം. സ്വീകരിക്കുക എന്നുള്ളത്, ഏത് കർമ്മത്തിലും ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, നല്ല നിയ്യത്തുണ്ടെങ്കിൽ ആ കർമ്മം അല്ലാഹു സ്വീകരിക്കും. നല്ല ഖബൂലിയത്ത് കിട്ടും, അതിന് സ്വീകാര്യത കിട്ടും. ഇപ്പൊ ഒരാൾ ഉറങ്ങാണ് എന്ന് വിചാരിച്ചോളൂ. മടി കൊണ്ട് തോന്നുന്നല്ല, ഞാനിപ്പോ കുറച്ചു നേരം കടന്നാൽ എനിക്ക് അതുകൊണ്ട് അള്ളാഹനെ ഇബാദത്ത് എടുക്കാനാണ്, കുറച്ചുകൂടി ഒന്നൊരു ഊർജ്ജം കിട്ടും ഖുർആൻ ഓതാൻ. അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ ആ ഉറക്കത്തിന് കൂലിയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, എന്റെ എല്ലാ കാര്യങ്ങളിലും നിയ്യത്തുണ്ടാവുക എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്നു. ഹത്താ ഫിൽ അഖ്ലി, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എനിക്കൊരു നിയ്യത്ത് വേണം. വന്നൗമി, ഞാൻ ഉറങ്ങുമ്പോൾ പോലും എനിക്കൊരു നല്ല നിയ്യത്ത് ഉണ്ടാകണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ നിയ്യത്ത് നന്നായി കിട്ടിക്കഴിഞ്ഞാൽ വലിയ കിട്ടലാണ്. നമ്മുടെ റമളാനൊക്കെ ഉഷാറാവും. ഒരു എന്താ പറയാ, ആത്മാവില്ലാത്ത കർമ്മങ്ങളിൽ നിന്ന് റൂഹുള്ള കർമ്മങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മാറ്റം.
ആ മാറ്റം നമ്മളുടെ ഹൃദയത്തിലും നമ്മുടെ പുറത്തും കർമ്മങ്ങളിലൊക്കെ പ്രതിഫലിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ രണ്ടാമത് ദുനിയാവിലെ ആൾക്ക് കിട്ടുക, ജനങ്ങൾക്കിടയിൽ അയാൾക്കൊരു സ്വീകാര്യതയും ഒരു ഹൈബത്തും ഒരു ഗാംഭീര്യവും കിട്ടും. അത് അയാൾ ആഗ്രഹിച്ചിട്ടൊന്നല്ല, പക്ഷെ അത് അങ്ങനെയാണ്. ഇഖ്ലാസുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇഖ്ലാസുള്ള ആളുകൾക്ക് അള്ളാഹ് ദുനിയാവിൽ ഒരു കബൂലിയത്ത്, ഒരു സ്വീകാര്യത ഇട്ടുകൊടുക്കുമെന്നുള്ളത് അള്ളാഹുവിന്റെ സുന്നത്താണ്. അത് അള്ളാഹുവിന്റെ ആദത്താണ്, പതിവാണ്. ലാ തുബദ്ദൽ, ഒരിക്കലും മാറ്റം വരാത്ത പതിവാണ്. ഒരിക്കലും ആർക്കും മാറ്റം വരുത്താൻ പറ്റാത്ത അള്ളാഹിന്റെ ശരിയാണ്. എന്ത്? ഒരു മുഖ്ലിസായ വ്യക്തിക്ക് അള്ളാഹു ഗാംഭീര്യത്തിന്റെയും പ്രകാശത്തിന്റെയും സ്നേഹത്തിന്റെയും വസ്ത്രം ധരിപ്പിക്കും. അയാൾ വരുമ്പോ നമുക്കൊരു മനസ്സിലൊരു ഗാംഭീര്യം തോന്നും, ഒരു സ്നേഹം തോന്നും, ഒരു പ്രകാശം നമുക്ക് കിട്ടും. അത് എല്ലാവരുടെ ഹൃദയവും അയാളിലേക്ക് തിരിയും. പിന്നെ മാത്രല്ല, നേരെ തിരിച്ചു, ആളുകൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ വലിയ വില ഉണ്ടാവില്ല, ആരും പരിഗണിക്കില്ല. ഓനൊരു കാട്ടിക്കൂട്ടലാണ്, എല്ലാവരും കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളാണെന്ന് എല്ലാവരും പറയുകയും ചെയ്യും. ഒരു നിന്യതൊക്കെ മനസ്സിലുണ്ടാവും എല്ലാവരും മനസ്സിലും. നേരെ തിരിച്ച് മുഖ്ലിസ് ആണെങ്കിൽ ഈ രൂപത്തിലുള്ള ബഹുമാനം അയാൾക്ക് അള്ളാഹ് കൊടുക്കുകയും ചെയ്യും. മറ്റേ ആളുകൾ ദേഷ്യപ്പെടുകയാണ് ഉണ്ടാവുക. അത് അള്ളാഹ് കൊടുക്കുന്നതാണ്, ഒരാൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നല്ല പറഞ്ഞത്. പിന്നെ ആരെങ്കിലും ഇഖ്ലാസ് ഉള്ള ആളാണെങ്കിൽ അള്ളാഹുവിന്റെ കർമ്മത്തിൽ ഖബൂലിയത്തും ഖൈറും ബറക്കത്തും കൊടുക്കും, എപ്പോഴും കൊടുക്കും. ഹംദൂൻ ഇബ്നു അഹ്മദ് എന്ന ആളോട്, പണ്ഡിതനാണ്, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, മാ ബാലു കലാമി സലഫി അൻഫഅ മിൻ കലാമിനാ. ഈ മുൻഗാമികളുടെ സംസാരം ഉണ്ടല്ലോ, നിങ്ങൾ നോക്കി, നല്ല ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. സലഫുകളുടെ സംസാരം നമ്മുടെ സംസാരത്തെക്കാൾ ഉപകാരമുള്ള സംസാരങ്ങളാണല്ലോ. നമ്മൾ ആലോചിക്കണേ, എത്ര ആളുകൾ പുതിയ പുതിയ പണ്ഡിതന്മാർ പറഞ്ഞാൽ ഇമാം ഷാഫി, ഇമാം അഹ്മദിന്റെ ഒക്കെ സംസാരത്തിന്റെ ഒരു പ്രാധാന്യം, സ്വഹാബത്തിന്റെ സംസാരത്തിന്റെ ഒരു ഗാംഭീര്യം, മുൻഗാമികളുടെ സംസാരം എന്താണ് നമ്മുടെ സംസാരത്തെക്കാൾ ഉഷാറായത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാരണം ഇസ്ലാമിന് പ്രതാപം കിട്ടാനാണ് അവർ സംസാരിച്ചത്. മനുഷ്യ മനസ്സുകളെ രക്ഷപ്പെടുത്താനാണ് അവർ സംസാരിച്ചത്. റഹ്മാനായ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അവർ സംസാരിച്ചത്. നമ്മൾ സംസാരിക്കും, നമ്മളെന്തോ വലിയ ആൾക്കാരെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രസംഗിക്കും. ദുനിയാവ് തേടിക്കൊണ്ടാണ് നമ്മുടെ സംസാരം. ജനങ്ങളൊക്കെ എന്റെ അടുത്തേക്ക് വരട്ടെ നിർത്തിയ സംസാരം. ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞു. അപ്പൊ അത് നിയ്യത്തിലുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞു ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മുവത്ത എന്ന കിതാബ് രചിച്ചുകൊണ്ടിരിക്കുന്ന സമയം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ കിതാബ് രചിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. ഇതേപോലുള്ള ഒരുപാട് ആളുകൾ കുറെ കിതാബ് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ നിങ്ങളെ കിതാബും അവരുടെ കിതാബും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ കുറെ മൊത്തം എഴുതാൻ വേണ്ടി നല്ല പരിശ്രമിക്കുന്നുണ്ട്. ഇതേപോലത്തെ കുറെ ആളുകൾ ഹദീസുകൾ ജമ്മ ചെയ്തിട്ടുണ്ട്. ഇമാം മാലിക്കിന്റെ കാലത്ത് ഒരുപാട് ആളുകൾ ഹദീസുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ അവർ ചെയ്ത കിതാബുകളൊക്കെ എടുത്തു കൊണ്ടിയാണ് ഇമാം മാലിക് ആ കിതാബുകൾ മുഴുവൻ മുമ്പിൽ വെച്ച് പറഞ്ഞു, ഇതിൽ അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിക്കാത്ത ഒന്നും ബാക്കിയാവില്ല. അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം നിലനിൽക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, 1300ഓളം കൊല്ലങ്ങൾക്ക് ഇപ്പുറം നമ്മൾ ഇമാം മാലിക്കിനെ പറയുമ്പോൾ നമ്മൾ മുവത്ത എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഏത് കിതാബ് നമുക്ക് ഓർമ്മയുണ്ട്? അതാണ് നിയ്യത്തിന്റെ പ്രാധാന്യം. അത് കാലങ്ങൾ അതിജീവിക്കും. അബൂ ഇസ്ഹാഖ് അൽ ഫൈറൂസാബാദിയെ പറ്റി ഇബ്നു അഖീൽ എന്ന പണ്ഡിതൻ പറയുകയാണ്, ലാ യുഖ്രിജു ശൈഅൻ ഇലാ ഫഖീരിൻ ഇല്ലാ അഹ്ദറ നിയ്യ. അയാൾ പാവപ്പെട്ടവരെ എപ്പോ സഹായിക്കുമ്പോൾ മനസ്സിൽ നല്ല നിയ്യത്ത് വിചാരിച്ചിട്ടാണ് സഹായിക്കുക. നിയ്യത്ത് വിചാരിക്കും. വലാ യതകല്ലമു ഫീ മസ്അലത്തിൻ ഇല്ലാ ഖദ്ദമൽ ഇസ്തിആനത ബില്ലാ. ഏത് മസ്അലയിൽ അദ്ദേഹം സംസാരിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടിക്കൊണ്ടാണ് തുടങ്ങുക. വഇഖ്ലാസുൽ ഖസ്ദി ഫീ നസ്റത്തിൽ ഹഖ് ദൂന തസയ്യുനി വതഹ്സീൻ. ഈ കാട്ടിക്കൂട്ടലൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല.
വലാ സന്നഫ മസ്അലതൻ, അദ്ദേഹം ഒരു മസ്അലയും രേഖപ്പെടുത്തുമായിരുന്നില്ല. ഇല്ലാ ബഅദൻ സല്ലാ റകഅാത്തിൻ, നിസ്കരിച്ചിട്ടാണ് കിതാബ് എഴുതുന്നത്. അത്രത്തോളം സൂക്ഷ്മത പാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അബൂ ഇസ്ഹാഖ് അൽ ഫൈറൂസാബാദിയുടെ കിതാബുകൾ കിഴക്കും പടിഞ്ഞാറുമായി പ്രസിദ്ധി ഖ്യാതി നേടി, ശുഹ്റത്ത് നേടി. ഹാദിഹി ബറകാത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ ബറക്കത്താണ് എന്ന് ഇബ്നു അഖീൽ പറയുകയാണ്. യാ അല്ലാഹ്. ഇനി ഒരു സംഭവം കൂടി പറയാം. ഉമർ ഇബ്നു ദർറ് തന്റെ ഉപ്പയോട്, ദർറ് എന്നവർ തന്റെ ഉപ്പയോട് ചോദിച്ചു, ഉമർ എന്നവരോട് ചോദിച്ചു, ഉപ്പ, നിങ്ങൾ സംസാരിക്കുമ്പോ മാത്രം ആളുകൾ കരയും, വേറെ കുറെ ആളുകൾ വാഴ്ന്നു പറയുമ്പോ ആളുകൾ കരയിലൊന്നുമില്ല, എന്താ നിങ്ങളെ സംസാരത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോനെ, കൂലി കൊടുത്ത് കരയിപ്പിക്കണതും കുട്ടിയെ നഷ്ടപ്പെട്ട് ഉമ്മ കരയണതും എങ്ങനെ വ്യത്യാസമുണ്ട്? ഒരു മകനെ നഷ്ടപ്പെട്ട് ഉമ്മ എങ്ങനെ കരയാ? അത് ആത്മാർത്ഥായ കരച്ചിലേക്ക്. പൈസ കൊടുത്ത് കരയിപ്പിച്ചാലോ ആത്മാർത്ഥം ഉണ്ടാവില്ല. ഇതേപോലെയാണ് ചിലത്. ഇനി മൂന്നാമത് നമുക്ക് കിട്ടുന്ന ഇഖ്ലാസ് കൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അള്ളാന്റെ സ്നേഹം, അള്ളാന്റെ സഹായം, അള്ളാന്റെ പ്രത്യേകമായ പരിഗണന, ഇതൊക്കെ ഇഖ്ലാസ് കൊണ്ട് കിട്ടും. ഇതൊക്കെ ഇഖ്ലാസ് കൊണ്ട് കിട്ടും. നോക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് അറിയില്ലേ? ആ ഒരു ബൈഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയയിലേക്ക് പോയപ്പോൾ അവിടുന്ന് ഉംറക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്ത ഒരു സംഭവം, ബൈഅത്തുർ റിദ്വാൻ, ആ മരത്തിന്റെ ചോട്ടിൽ നിന്ന് എല്ലാവരും ബൈഅത്ത് ചെയ്ത ആ സംഭവം. അവരെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്തശ് ശജറ, ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് നിനക്ക് വിശ്വാസികൾ ബൈഅത്ത് ചെയ്തപ്പോൾ അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അപ്പ എന്തുണ്ട് എന്ന് അല്ലാഹുക്ക് അറിയാം. ഫഅൻസല സകീനത അലൈഹിം, അതുകൊണ്ട് അല്ലാഹു അവർക്ക് സക്കീനത്ത് അവരുടെ മേൽ അവതരിപ്പിച്ചു. വഅസാബഹും ഫത്ഹൻ ഖരീബ, പിന്നെ വളരെ തൊട്ടടുത്തുള്ള ഒരു വിജയം അല്ലാഹു അവർക്ക് പ്രതിഫലമായി കൊടുക്കുകയും ചെയ്തു. എന്താണ് കാരണം? ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ളത് അല്ലാഹു മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പൊ അല്ലാഹു അവരെ സഹായിച്ചു എന്നുള്ളതാണ്. അല്ലാഹു ഒരാളെ സഹായിക്കൽ അയാളുടെ ഇഖ്ലാസ് കൊണ്ടാണ്. അപ്പൊ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായം നമ്മൾക്കുണ്ടാകും, അല്ലാഹുവിന്റെ പ്രത്യേകമായ പരിഗണന നമ്മൾക്കുണ്ടാകും. നാലാമത്തത്, ഇഖ്ലാസ് കൊണ്ട് നമുക്ക് ദുനിയാവിൽ കിട്ടുക, ഇഖ്ലാസ് കൊണ്ട് ഒരു കർമ്മത്തെ പെരുപ്പിക്കാനും അധികരിപ്പിക്കാനും അതിനെ വലുതാക്കാനും പറ്റും. ചെറിയ കർമ്മത്തെ വലുതാക്കാൻ ഇഖ്ലാസ് കൊണ്ട് സാധിക്കും. അയാളുടെ പോക്കറ്റിൽ ഒരു 10 രൂപ ഉണ്ട്, അയാൾ അത് സ്വതക്ക കൊടുത്തു. വേറെ ആളുടെ 1,00,000 രൂപ സ്വതക്ക കൊടുത്തു. ആദ്യത്തെ ആള് 10 രൂപ കൊടുത്തത് വളരെ മുഖ്ലിസായിട്ടാണ്, വളരെ ആത്മാർത്ഥമായി അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്താണ്. രണ്ടാമത്തെ ആൾ 1,00,000 കൊടുത്തത് ഇന്ന ആൾക്കാർ നല്ലോണം കൊടുക്കുന്ന ആളാണെന്ന് പറയട്ടെ എന്ന് വിചാരിച്ച് കൊടുത്താണ്. ആദ്യത്തെ ആളേക്കാൾ പ്രതിഫലവും കൂലിയും അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനവും, 1,00,000 കൊടുത്ത ആളേക്കാൾ സ്ഥാനം ഈ 10 രൂപ കൊടുത്ത ആൾക്കുണ്ടാവും. അവിടെ പൈസന്റെ ക്വാണ്ടിറ്റി അല്ല, ഇവരുടെ മനസ്സിന്റെ ക്വാളിറ്റിയാണ് അവിടെ അള്ളാഹു പരിഗണിക്കുക. ഒരു കർമ്മത്തെ ഉയർത്താൻ അള്ളാഹ്ക്ക് സാധിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ ചെറിയ കർമ്മമായിരിക്കും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പരലോകത്തിൽ ചെല്ലുമ്പോൾ ആ കർമ്മം ഉണ്ടാവും, വലിയ ഉഹുദ് മല പോലെ ആ കർമ്മം ഉണ്ടാവും. അള്ളാഹ് നമ്മളുടെ കർമ്മങ്ങളൊക്കെ അങ്ങനെ ആക്കട്ടെ. ചെറിയൊരു സുബ്ഹാനല്ലാഹ് കാര്യം ചിലപ്പോൾ നമ്മൾ പരലോകത്തിൽ ചെല്ലുമ്പോൾ കാണാം അത് വലുതായി നിൽക്കണം. കാരണം നീയത്തിന്റെ പ്രത്യേകതയാണ്, നീയത്തോണ്ട് അത് സാധിക്കും എന്നുള്ളതാണ്. അബൂബക്കർ ബിൻ അയ്യാഷ് പറഞ്ഞു, മാ സബഖകും അബൂബക്കറിൻ ബികസറത്തി സൗമിൻ വലാ സ്വലാത്തിൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണല്ലോ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി, അല്ലേ? സഹാബത്തിന് മുഴുവൻ ശ്രേഷ്ഠതകളുണ്ട്. വലികുല്ലിഹിം ഖദറുൻ അലാ വഫളായിലു ലകിന്നമസ് സിദ്ദീഖു മിൻഹും അഫ്ളലു. എല്ലാവർക്കും ഫളലുകളുണ്ട്, പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അവരിൽ ശ്രേഷ്ഠൻ. മാ സബഖകും അബൂബക്കറിൻ ബികസറത്തി സൗമിൻ വലാ സ്വലാത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിങ്ങളെ മുൻകടന്നത് നിങ്ങളെക്കാൾ കുറേ നിസ്കരിച്ച് കുറേ നോമ്പ് വെച്ചിട്ടല്ല, പിന്നെയോ വലാകിൻ ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായ രൂപപ്പെട്ട ഈമാൻ കൊണ്ടാണ് അദ്ദേഹം നിങ്ങളെക്കാൾ മുൻകടന്നത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു.
അപ്പൊ ഒരു കർമ്മത്തെ പെരുപ്പിക്കാൻ, വലുതാക്കാൻ നിയത്തിന് കഴിയും. ഇബ്നുൽ മുബാറക് പറഞ്ഞു, റുബ്ബ അമലിൻ സഗീരിൻ തുഅള്ളിമുഹു നിയ്യ. എത്ര ചെറിയ കർമ്മങ്ങളാണ് നിയ്യത്ത് അതിനെ വലുതാക്കിയത്. വറുബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു നിയ്യ. എത്ര വലിയ കർമ്മങ്ങളാണെന്നോ നിയ്യത്ത് അതിനെ ചെറുതാക്കി കളഞ്ഞത്. അപ്പൊ നിയ്യത്ത് കൊണ്ട് കർമ്മം വലുതാവുകയും ചെറുതാവുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. യാ അല്ലാഹ്, അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അഞ്ചാമത് ദുനിയാവിൽ ഒരാൾക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ പോകുന്നത്, ഒരു കർമ്മത്തിൽ തുടർച്ച എന്നുള്ള ഭാഗ്യം ഇഖ്ലാസുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ചില ആളുകള് ഇന്ന് റമദാൻ മാസം കഴിഞ്ഞ് നമുക്ക് തറാവീഹ് നിസ്കരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ രാത്രി നിസ്കരിക്കാൻ പറ്റാത്ത, ആത്മാർത്ഥമായി ആലോചിച്ചോക്കണേ. റമദാൻ മാസം കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നില്ല? നമ്മൾ പണ്ട് റമദാൻ മാസത്തിൽ ഇല്ലെത്തിക്കാൻ കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടല്ലോ, അല്ലാത്ത മാസത്തിൽ ഭക്ഷണം കഴിക്കണ്ടല്ലോ കുറച്ചുകൂടി. എന്തുകൊണ്ട് റമദാൻ മാസത്തിലെ രാത്രി നിസ്കാരം പോലെ നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും ഒന്ന് തറാവീഹ് അല്ലെങ്കിൽ ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിച്ച് കിടക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് തുടർച്ച കിട്ടുന്നില്ല? ഇഖ്ലാസ് ഉണ്ടായിരുന്നില്ല. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹ് തുടർത്തന്നെ ചെയ്യും. എന്തുകൊണ്ട് നമുക്ക് പിന്നെയും ഖുർആൻ ഓതാൻ പറ്റുന്നില്ല? തുടർച്ച എന്നുള്ളത് ഒരു വലിയ സമ്മാനമാണ് അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള. എല്ലാവർക്കും ഒന്നും കൊടുക്കില്ല. തുടർച്ചയില്ലായ്മ ഒരു വലിയ ശിക്ഷയാണ്. എന്നാലോചിച്ച് നോക്കി, നമ്മൾ കുറെ ചെയ്യും, പിന്നെ സ്റ്റോപ്പ് ആവും. ഒരു തുടർച്ച കിട്ടണില്ല. ഈ തുടർച്ചയ്ക്ക് ഏറ്റവും നന്നായി വേണ്ടത് ഇഖ്ലാസ് ആണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. കാരണം ബാക്കി എല്ലാ ലക്ഷ്യങ്ങളും മാഞ്ഞു പോകും, അള്ളാഹ് എന്നുള്ള ലക്ഷ്യം മാഞ്ഞു പോകൂല. ആ ലക്ഷ്യമുള്ള ആൾക്ക് തുടരെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇഖ്ലാസ് കൊണ്ട് കിട്ടുക, ഒരാളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും, അയാളുടെ മനസ്സ് വിശാലമാകും, വല്ലാത്തൊരു ഐശ്വര്യത്തിൽ ജീവിക്കും, ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും. ഒരു ആസ്വാദനത്തിനോടും തുലനം ചെയ്യാൻ പറ്റാത്ത ആസ്വാദനം ഇഖ്ലാസ് ഉള്ള വ്യക്തി കിട്ടും. ഇഖ്ലാസ് ഉള്ളവർക്ക് ഭയങ്കരമായ ഒരു സന്തോഷവും സമാധാനവും ആശ്വാസവും സുഖവും കിട്ടും. പ്രാർത്ഥനക്ക് ഉത്തരവും കിട്ടും. മുഖ്ലിസ് ആണെങ്കിൽ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുമല്ല. അപ്പോ ഇതും അതിന്റെ ഒരു വലിയ പ്രതിഫലമാണ്. ഭയങ്കര ആശ്വാസം. ഇഖ്ലാസിനേക്കാൾ ഒരു ഖൽബിന് ആശ്വാസം കൊടുക്കുന്ന ഒന്നുമില്ല. ഇനി നോക്കുക, പിന്നെ ഒരു സമൂഹം മുഴുവൻ നന്നാകും. ഒരു വ്യക്തിയല്ല, കുടുംബമല്ല, സമൂഹം നന്നാവും ഇഖ്ലാസ് ഉണ്ടെങ്കിൽ. പിന്നെ എട്ടാമത്തെ പറയാനുള്ളത്, അള്ളാഹുവിന്റെ പ്രത്യേകമായ കിഫായത്ത് കിട്ടും. എല്ലാ വിഷയത്തിലും അള്ളാഹ് ഉണ്ടാവും. എന്റെ എപ്പോഴും അള്ളാഹ് ഉണ്ടാവും, കൂടെ അള്ളാഹ് ഉണ്ടാവും. ആരെയും ഏൽപ്പിക്കേണ്ടി വരില്ല. അള്ളാഹനെ മാത്രം ഏൽപ്പിക്കാനുള്ള പ്രത്യേകമായൊരു സഹായം ജനങ്ങളെ ആരെയും പരമേൽപ്പിക്കാതെ അള്ളാഹനെ ഏൽപ്പിക്കാൻ പറ്റും ഇഖ്ലാസ് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. അബ്ദഹു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടിമയാകണം. അള്ളാന്റെ അടിമക്ക് അള്ളാഹ് പോരെന്ന്. നമ്മൾ എത്രത്തോളം അള്ളാന്റെ നല്ല അടിമയാകുന്നു അത്രത്തോളം അള്ളാഹ് നമുക്ക് മതിയാവും. അങ്ങനെ ആദ്യമൊക്കെ ആയത്ത് നമുക്ക് അള്ളാഹ് മതി, എല്ലാ അടിമകൾക്കും അള്ളാഹ് മതി. ഈ അബ്ദ് എന്നുള്ള അള്ളാന്റെ അടിമ ആരാണ്? രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹനെ സൂക്ഷിക്കുന്ന അള്ളാന്റെ അടിമക്ക് എല്ലാ വിഷയത്തിലും അള്ളാഹ് മതിയാവും. അത് ഇഖ്ലാസുള്ള ആൾക്കേ പറ്റുള്ളൂ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. من خلصت نيته في الحق ولو على نفسه كفاه الله ما بينه وبين الناس ومن تزين لهم بما ليس في قلبه شانه الله. ആരുടെയെങ്കിലും നിയ്യത്ത് നന്നായി കഴിഞ്ഞാൽ, സത്യം അള്ളാഹുവിന്റെ വിഷയത്തിൽ നന്നായി കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കും അവൻക്കിടയിലുള്ള കാര്യങ്ങൾ അള്ളാഹ് ഏറ്റെടുക്കും. ആരെങ്കിലും അവർക്ക് വേണ്ടി അലങ്കാരം കാണിച്ചാൽ, ജനങ്ങൾക്ക് വേണ്ടി കാട്ടിക്കൂട്ടിയാൽ, ഷാനഹുല്ലാ, അള്ളാഹു അയാളെ നിന്ദിക്കുകയും ചെയ്യും എന്ന് പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെ ഒരാൾക്ക് ഇഖ്ലാസ് കിട്ടും, എങ്ങനെ ഒരാൾ റിയായിനെ തടയാൻ പറ്റും? അതായത് നമ്മുടെ മനസ്സിലൊക്കെ വരുമല്ലോ, ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എടുത്ത് നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കർമ്മം കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ വന്നാൽ തിരക്കേടില്ലാതെ നമ്മൾ നിസ്കരിക്കാനൊക്കെ നോക്കുകയാണെങ്കിൽ, ഞാൻ ഖുർആൻ ഓതുന്ന അയാൾ മനസ്സിലാക്കിക്കോട്ടെ, ഞാൻ കുറേ സ്വതക്കം കൊടുക്കുന്നുണ്ട് അയാൾ മനസ്സിലാക്കിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കും. ഇതെങ്ങനെ നമുക്ക് മനസ്സിൽ തടുക്കാൻ പറ്റും? എങ്ങനെ ഇതിനെ കളയാം? അതിനൊന്നാമത്തെ വഴി, ആദ്യത്തെ വഴി, ഇഖ്ലാസ് ഉണ്ടാക്കി തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഫസ്റ്റ് വഴി അതാണ്. അള്ളാഹിനോട് എപ്പോഴും സഹായം ചോദിക്കുക. അള്ളാഹു, എൻ്റെ മനസ്സ് മോശമാണ്, എൻ്റെ മനസ്സിൽ പല ദുഷ്പ്രേരണകളും പിശാചിൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടല്ലോ, ഇബ്ലീസു വദ്ദുന്യ വനഫ്സി വൽഹവ. ഇബ്ലീസും ദുനിയാവും എൻ്റെ ശരീരവും എൻ്റെ ദേഹേച്ഛകളൊക്കെ ചുറ്റും ശത്രുക്കളെ പോലെ ഉണ്ട്.
എൻ്റെ മനസ്സ് മോശമാണ് അല്ലാഹ്, അപ്പം എനിക്ക് നീ എൻ്റെ മനസ്സ് വൃത്തിയാക്കി തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താണ് ഒന്നാമത്തെ വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു, റിയാഇനെ സൂക്ഷിക്കാൻ പറഞ്ഞിരുന്നു. യാ അയ്യുഹന്നാസ് ഇത്തഖൂ ഹാദ ശിർക ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഉറുമ്പ് അരിക്കുന്നത് എത്ര ഗോപ്യമായിട്ടാണ് നമ്മൾ കാണുമോ? നമ്മളിത് കൂടെ ഒരു ഉറുമ്പ് പോകണ്ടെങ്കിൽ ഇല്ല, അതിനേക്കാൾ ഗോപ്യമായിട്ടാണ് ശിർക്ക് വരിക, നമ്മുടെ കർമ്മങ്ങളിൽ ശിർക്ക് വരിക. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂൽ എങ്ങനെ ഇപ്പോൾ ഞങ്ങളിത് സൂക്ഷിക്കുക? ഉറുമ്പ് വരുന്നേ നമ്മൾ കാണൂല, അപ്പം അതിനേക്കാൾ ഗോപ്യമായിട്ട് ഞങ്ങൾക്ക് എങ്ങനെ, അതിന് ഞങ്ങൾ എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ നേടുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലൂ, നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ഇതിൽ ഞങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് നിന്നോട് പൊറുക്കലിനെ തേടുന്നു, അറിയാത്തത് അതിൽ നിന്ന് ഞങ്ങൾ ശരണം തേടുന്നു, അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നെ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് ശരണം തേടുന്നു. അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങളെ മനസ്സ് തോന്നിപ്പിക്കല്ലേ, അറിയാതെ ചെയ്തതിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു എന്ന് പൊറുക്കലിനെ തേടുന്നു. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് നിന്നിൽ എന്തെങ്കിലും പങ്കു ചേർക്കുന്നതിനെ ഞങ്ങൾ ശരണം തേടുന്നു, അറിയാതെ ഞങ്ങൾ വന്നു പോകുന്നതിൽ ഞങ്ങൾ പൊറുക്കലിനെ തേടുന്നു. ഇതെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ശിർക്കില്ലാത്തൊരു ജീവിതം, തൗഹീദുള്ള ഇഖ്ലാസുള്ളൊരു ജീവിതം. ഒരു കഥ, ഇത് ഞാൻ ഫൈസൽ മൗലവി ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ കഥ ഒരാൾ പറയാണ്, ഞാൻ എപ്പോഴും ജുമാ ജമാഅത്തിന് നേരത്തെ പോകുമായിരുന്നു. ജുമാ ജമാഅത്തിന് നേരത്തെ പോകുമായിരുന്നു, ഒരുപാട് കാലം എൻ്റെ പതിവാണത്. എപ്പോഴും ജുമാക്ക് ഞാൻ നേരത്തെ ചെല്ലും. എല്ലാ വെള്ളിയാഴ്ചയും നേരത്തെ പള്ളിയിലുണ്ടാവും ഞാൻ. ഒരു ദിവസം എൻ്റെ ഒരു അയൽവാസി മരിച്ചു. അപ്പോൾ ഞാൻ ജനാസ പങ്കെടുക്കാനും അതിനൊക്കെ വേണ്ടി റെഡിയാക്കാനൊക്കെ വേണ്ടി കുറച്ച് സമയം ഞാൻ അങ്ങോട്ട് കൊടുത്തു. ജുമാ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാൻ ജുമാക്ക് പള്ളിക്ക് വന്നു. ഞാൻ പള്ളിക്ക് എത്തിയപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, ചിലപ്പോൾ ആളുകൾ നിൻ്റെ സമയം എവിടെ പോയി എന്ന് അറിയാലോ, ആളുകൾ വിചാരിക്കുന്നത് എന്ന് ഫസ്റ്റ് ഓഫിലുള്ള ആൾ ഇന്ന് ഫസ്റ്റ് ഓഫിൽ കാണുന്നില്ല, അപ്പോൾ ആളുകൾ എന്താണ് എന്നെക്കുറിച്ച് വിചാരിക്കുക എന്നൊരു പ്രയാസം എനിക്കുണ്ടായി എന്നാണ്. അയാൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഫഖുൽതു ലിനഫ്സി, ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, അറാക്കി മുറാഇയതൻ മുൻദു 30 സന, 30 കൊല്ലമായിട്ട് ഞാൻ ചെയ്യണ പണിയാണത്. 30 കൊല്ലവും നീ ചെയ്തത് ഇഖ്ലാസോടെ അല്ല, 30 കൊല്ലവും നീ ചെയ്തത് റിയാവോടെയാണ്. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ ഈ ദോഷം ഉണ്ടായിരുന്നു. അതെപ്പോഴാണ് പുറത്തേക്ക് വന്നത്? ഒരു ദിവസം വൈകിയപ്പോൾ മനസ്സിന് പ്രയാസം, ആളുകൾ എന്താ വിചാരിക്കുക. ഇതൊക്കെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുക? പ്രാർത്ഥിക്കാതെ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക? അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുക. നീയത്ത് നന്നാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുക. എപ്പോഴും അള്ളാഹു, എൻ്റെ മനസ്സ് നിൻ്റെ കയ്യിലാണ്, അതിൻ്റെ കുടുംബം നിൻ്റെ കയ്യിലാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വമൗലാഹ എന്ന് അള്ളാഹിനോട്, അള്ളാഹു എൻ്റെ നഫ്സിന് നീ തഖ്വ തരണേ, നീ അതിനെ പരിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ ഒരു മാർഗം, നമ്മളുടെ ഹൃദയത്തെയും അവയവത്തെയും അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യിപ്പിക്കുക, അള്ളാഹിൻ്റെ അടിമയാക്കുക. എൻ്റെ ഹൃദയം, എൻ്റെ അവയവങ്ങൾ മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കും എന്ന് നമ്മളാണ് ഉറപ്പിക്കുക. എപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. ഞാൻ എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ ഉള്ളിലും പുറത്തും ഉള്ളതായ പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ അവയവങ്ങളും ഞാൻ അള്ളാഹിൻ്റെ അടിമയാക്കുകയാണ്. ഒരിക്കലും വേറെ ലക്ഷ്യനിക്കില്ല. എൻ്റെ കൈ പ്രവർത്തിക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കും, എൻ്റെ കാല് പ്രവർത്തിക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കും, എൻ്റെ ചുണ്ട്, എൻ്റെ നാവ്, എൻ്റെ ഹൃദയം എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണെന്നാണ് ഉറപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇഖ്ലാസ് കിട്ടും. അതിനുവേണ്ടിയാണ് പരിശീലിക്കുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുക. ആളുകൾ കാണാത്തത് വേറെ വിഷയം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ആളുകൾ കാണും, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ആളുകൾ കാണൂല. അത് നമ്മുടെ വിഷയമല്ല. ആളുകൾ പുകഴ്ത്താതിരിക്കും, അത് നമ്മുടെ വിഷയമല്ല. ചില ആളുകൾ നമ്മൾ വന്നിട്ട്, മോശമായിട്ടോ, നിങ്ങൾ ക്ലാസ് തീരെ പോരാ, വളരെ മോശമായി, അപ്പം എനിക്ക് വിഷമം ഉണ്ടാവാനും പാടില്ല. ഒരാൾ വന്നിട്ട് ഭയങ്കര ഉഷാറായി, അടിപൊളി സംഭവമാണ് കേട്ടോ പറഞ്ഞാൽ പൊങ്ങാനും പാടില്ല. ഇതൊന്നും നമ്മുടെ വിഷയമാകരുത്. നമ്മുടെ വിഷയം അള്ളാഹ് മാത്രമായിരിക്കണം. തെറ്റുണ്ടെങ്കിൽ തിരിച്ചിങ്ങനെ മുന്നോട്ട് പോവുക, എൻ്റെ റബ്ബനെ കാണുന്നുണ്ട് എന്നുള്ള മാത്രമായിരിക്കണം. അതൊരാൾക്ക് എത്തിപ്പെടാൻ പറ്റിയാൽ അത് മാത്രം. പുകയത്തലോണ്ട് അമിതായി നമ്മൾ സന്തോഷിക്കും വേണ്ട, ഇകത്തലോണ്ട് ദുഃഖിക്കും വേണ്ട. ഇകത്തിൽ നമ്മൾ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ നേരാക്കുക എന്നല്ലാതെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ ശരീരത്തെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം. പിന്നെ നമ്മുടെ മനസ്സിന് അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ ഇടക്കിടക്ക് ആലോചിക്കുക. അപ്പോൾ അയാൾക്ക് അതുകൊണ്ട് ഇഖ്ലാസ് കിട്ടും. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇയ്യാക്കും വശിർക സറായിർ, നിങ്ങൾ ആ രഹസ്യ ശിർക്കുകളെ നിങ്ങൾ പേടിക്കണം കേട്ടോ. ഖാലു യാ റസൂലല്ലാഹ്, അപ്പോൾ അവർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, മാ ശിർക്കു സറായിർ, എന്താണ് ഈ രഹസ്യത്തിലെ ശിർക്ക്?
അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു യഖൂമുർ റജുലു, ഒരാൾ എഴുന്നേറ്റ് നിന്നു, ഫയുസല്ലി, അയാൾ നിസ്കരിക്കാണ്, ഫയുസയ്യിനു സ്വലാത്തഹു ജാഹിദ, അയാൾ ഇങ്ങനെ നിസ്കാരത്തെ ഭയങ്കര ഉഷാറാക്കി നിസ്കരിക്കാണ്, പരിശ്രമിക്കാണ്, ലിമാ യറാ മിൻ നദരിന്നാസി ഇലൈഹി, ജനങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഓത്തക്കണം നന്നാക്കുക. ഫദാലിക ശിർക്കു സറായിർ, അതാണ് ഈ രഹസ്യങ്ങളിൽ വരുന്ന ശിർക്ക്. നമ്മൾ ഈ ഏലസെട്ടലും മറ്റൊക്കെ അപ്പുറത്ത് ഉള്ളിൽ കുറേ ശിർക്കുണ്ടല്ലോ, അത് നന്നാക്കുക എന്നുള്ളത്. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ ഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ശിർക്കുൽ അസ്ഗർ ആണ്. അശ്ശിർക്കുൽ അസ്ഗർ അതെന്താണ്? റിയ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാം. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുന്ന സമയത്ത് ഇവരോട് പറയുമത്ര, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ, നിങ്ങൾ ദുനിയാവിൽ ആർക്ക് വേണ്ടിയാണോ കർമ്മങ്ങൾ ചെയ്തിരുന്നത് അവരെ പോയി കാണിക്കും. ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാഅ, അവരുടെ അടുത്ത് നിങ്ങൾക്ക് വല്ല പ്രതിഫലമുണ്ട് നോക്കിക്കോളിന്ന്. എൻ്റെ അടുത്ത് ഒന്നുമില്ല, അള്ളാൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നുള്ള പറയും. ഒന്നുമില്ല ഇവിടെ, നിങ്ങൾ ആരെ കാണിച്ചെന്ന് അവരെ പോയി കാണിച്ചോളിയും എന്ന് പറയും. അങ്ങനെ നമ്മളുടെ നാണം കെടുത്തും അതുണ്ടാകരുത്. അല്ലാ, അപ്പോൾ ഈ നമ്മൾ കുറേ കള്ളുടിക്കുന്നതിനേക്കാളും മോശമായിരിക്കും ചിലപ്പോൾ ഇത് ഈ തിന്മ, റിയാ എന്ന് പറഞ്ഞ തിന്മ. അത് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അതിനോട് പ്രാർത്ഥിക്കാൻ വേണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നാവുകൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്, നമുക്ക് റിയാ ഉണ്ടാകരുത്, നമ്മൾ ആർക്കും വേണ്ടി ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയാൻ എളുപ്പമായിരിക്കാം. പക്ഷേ അതാണ് പരിശീലിക്കണം, പഠിച്ച് പരിശീലിക്കണം. എങ്ങനെയാണ് എൻ്റെ റബ്ബിന് വേണ്ടി മാത്രം ചെയ്യുക. നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയും, നിങ്ങൾ റബ്ബിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം. നമ്മുടെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു, അള്ളാഹു തൃപ്തിപ്പെടുന്നു, അള്ളാഹു വെറുക്കുന്നു. ഓരോ ദിവസവും ഓരോ വ്യക്തികളെ അള്ളാഹ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ നഫ്സിൽ തന്നെ അള്ളാഹ് ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ച്, മാലിക്കായ റബ്ബിനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് അള്ളാഹിനെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അള്ളാഹുവായിട്ട് കൂടുതൽ അടുക്കും. വേറെ ആളുകളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കും. ഞാൻ ആ വിഷയം പറഞ്ഞാൽ നമ്മൾ വേറെ ഇതിലേക്ക് പോകും. നമ്മൾ ഇഖ്ലാസിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗം ഇന്ന് വായിച്ചതാണ്. ഇന്ന് ഞാൻ ഉസ്താദിൻ്റെ കൂടെ വായിച്ചൊരു കാര്യം പറഞ്ഞാൽ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഏത് സൃഷ്ടികളിൽ നിന്ന് നമ്മളെ മനസ്സിനെ ഒഴിവാക്കാൻ പറ്റുന്ന ഏത് മനുഷ്യന്മാരാകട്ടെ, അവരിൽ നിന്ന് നമ്മളെ കൽബിനെ മുറിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് നമ്മൾക്ക് ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. ആർക്കും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. ഒരു സൃഷ്ടിക്കും നമ്മളൊന്നും ചെയ്യാൻ, നമുക്കൊരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ പറ്റൂല. ആരെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ വിചാരിച്ചോളെ, അത് ഓല ഗുണത്തിനാണ് ഓല് ചെയ്യണത്. സത്യമാണ്. ആര് നമ്മൾക്ക് എന്ത് ചെയ്തെന്നാലും നമ്മുടെ ഗുണത്തിനല്ല ചെയ്തു തരുന്നത്, ഓല ഗുണത്തിനാണ്. എല്ലാ മനുഷ്യർക്കും അവനവൻ്റെ കാര്യമാണ് ഏറ്റവും വലുത്. ഒരാൾ ഇനിയിപ്പോൾ ഏറ്റവും ഇഖ്ലാസുള്ള ഒരു വ്യക്തി നമുക്ക് നല്ലൊരു കാര്യം തന്നാലും അയാളുടെ മനസ്സിൽ പോലും എന്താണ്, കൂലി കിട്ടണം എന്നുള്ളതാണ് പഠിച്ചോണ്ട് വരുന്നത്. അപ്പോഴും അയാൾക്കൊരു ലക്ഷ്യമുണ്ട്. അയാളുടെ ഒന്നാമത്തെ ലക്ഷ്യം നീയല്ല, അയാളുടെ ഒന്നാമത്തെ ലക്ഷ്യം അയാൾ തന്നെയാണ്. അള്ളാഹ്ക്ക് മാത്രമേ ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹിലേക്ക് മാത്രം തിരിയാം. അള്ളാഹ് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ നിസ്കരിച്ചുകൊണ്ട് പഠിച്ചോന് കുറച്ചും കൂടിയും അള്ളാഹിൻ്റെ മുൽക്കിയത്തിൽ കൂടി ഇല്ല, ഒരിക്കലും ഇല്ല. യാ ഇബാദി ലൗ അന്ന അവലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലി വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ. എൻ്റെ അടിമകളെ, നിങ്ങളുടെ ആദ്യക്കാരനും അവസാനക്കാരനും ജിന്നുകളും മനുഷ്യന്മാരും എല്ലാവരും ഏറ്റവും നല്ല തെക്കുള്ള ആളെ ഹൃദയത്തിലാണെങ്കിൽ അള്ളാഹ്ക്ക് ഒന്നും കൂടാല്ല. ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ചെയ്തു തരാൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സെപ്പോഴും അള്ളാഹിനെ മാത്രം ബന്ധപ്പെടുത്തുക. ബാക്കി ആരാണെങ്കിലും അയാളുടെ ഒന്നാമത്തെ പ്രതീക്ഷ അയാൾ തന്നെ ആയിരിക്കും. ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് അള്ളാഹ്ക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നിട്ടും അള്ളാഹ് നമുക്ക് അള്ളാഹിൻ്റെ ഫضل, അള്ളാഹിൻ്റെ ജൂദ് കൊണ്ട്, അള്ളാഹിൻ്റെ ഔദാര്യം കൊണ്ട് നമ്മളെങ്ങനെ കഴിച്ചിലാക്കി പോരുകയാണ്. അപ്പോൾ അള്ളാഹിലേക്ക് നമ്മൾ മനസ്സിനടുത്താൽ ഭയങ്കര നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. ഹമ്മാദ് ബിൻ സയ്യിദ് എന്നവരെ പറ്റി പറയലുണ്ട്. അദ്ദേഹം വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദ് കാന അയ്യൂബ് റുബ്ബമാ ഹദ്ദസൽ ഹദീസ്, ചിലപ്പോൾ ഹദീസ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഫയരീഖ്, അദ്ദേഹത്തിന് ചിലപ്പോൾ കരച്ചിൽ വരും. ഫയൽതഫിത്ത് ഫയതമഖത്ത്, എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞ് ആരും കാണാതെ തിരിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ മൂക്കിറക്കുന്നത് പോലെ അദ്ദേഹം ചെയ്യും. ഫയഖൂൽ മാ അശദ്ദ സുകാം, എന്തല്ലേ എന്തൊരു ജലദോഷമാണ് അറിയും. കാരണം അദ്ദേഹം കരയണ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെയേനു, മുൻഗാമികളൊക്കെ അങ്ങനെയേനു. യാ അല്ലാഹ്, എല്ലാവരുടെ മനസ്സിലും ഇതുണ്ടാകാം. അപ്പം അതിനുവേണ്ടി അതിനെ പിഴുതെറിയാൻ വേണ്ടി പരിശ്രമിക്കാം. പിന്നെ ജനങ്ങളുടെ വിഷയത്തിൽ നമുക്കൊരു കൊതി ഉണ്ടാകരുത്. ഫിൽ മഖ്ലൂഖീൻ വലാ യൽതഫിത ഇലാ മദ്ഹിഹിം, അവരുടെ പുകഴ്ത്തലിലേക്ക് തിരിഞ്ഞു നോക്കുകയേ ചെയ്യരുത്. ചിലപ്പോൾ പുകഴ്ത്തും, ചിലപ്പോൾ ഇകഴ്ത്തും. ഇന്ന് നമ്മളെ ഇഷ്ടമുള്ള ആൾക്ക് നാളെ നമ്മളെ ഇഷ്ടമുണ്ടാവില്ല. ഇന്ന് നമ്മളെ വെറുത്ത ആൾ നാളെ നമ്മളെ ഇഷ്ടപ്പെടും. ഒക്കെ ഉണ്ടാവും. ജനങ്ങളുടെ വിഷയത്തിൽ ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് കൊതി തോന്നരുത്. രണ്ട് കാര്യം കൊണ്ട് മാത്രമേ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. പിന്നെ അള്ളാഹുവിൽ നല്ല യഖീനും വേണം.
ക്ഷമ വേണം, യക്കീനും വേണം. പിന്നെ അതേപോലെ തന്നെ അള്ളാഹനെ നന്നായി മനസ്സിലാക്കണം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, അള്ളാഹ് നമുക്ക് എല്ലാം ചെയ്തു തരുന്നത്, സൃഷ്ടികളെ കൊണ്ട് ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. നമുക്ക് എന്താണ് നന്മ എന്ന് നമുക്കറിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തായാലും അറിയില്ല നമ്മുടെ നന്മ എന്താണ്. അതുകൊണ്ട് നമ്മളെ നന്മ മുഴുവൻ പഠിച്ചവനെ അറിയുള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മളത് ചെയ്യുക, ക്ഷമ കൊണ്ട് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ല മുഖ്ലിസായി ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ആളുകളെ കാണിക്കാൻ വേണ്ടി ഒന്നും നമ്മൾ പറയണ്ട, ഒന്നും നമ്മൾ ചെയ്യണ്ട. നമ്മളെപ്പോഴും നമ്മുടെ രഹസ്യവും പരസ്യവും വൃത്തിയാക്കി അള്ളാഹ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചാൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. വേറെ ആരുടെ പുകറ്റലിലേക്ക് നമ്മൾ നോക്കണ്ട, ഇകറ്റലിലേക്ക് നോക്കണ്ട. വേറൊരു മാർഗ്ഗമുള്ളത് നമ്മളെ കർമ്മങ്ങൾ മറച്ചു വെക്കുക. അപ്പോൾ ഇഖ്ലാസ് എല്ലാവരും എല്ലാം മറച്ചു വെക്കാനൊന്നും പറ്റില്ല, പക്ഷെ പരമാവധി മറച്ചു വെക്കുക. അതിപ്പോൾ ഇനി ലാഹിറാണെങ്കിലും മറച്ചു വെക്കാനൊക്കെ പറ്റും. നമ്മളെ ഉദ്ദേശം എന്താണ്? നമ്മളാരും കാണാൻ നിസ്കരിക്കണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആളുകൾ കണ്ടോട്ടേ വെച്ചിട്ട് പോയി നിസ്കാരം ഒഴിവാക്കരുതല്ലോ. അങ്ങനെ ഉണ്ട്, ആളുകൾ കാണുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇഖ്ലാസ് പോവും, അപ്പോൾ ഞാൻ നിസ്കരിക്കണില്ല. അത് ശൈത്താൻ വേറെ വഴിക്കൂടി വരലാണ്. നമ്മൾ ആളുകളെ ശ്രദ്ധിക്കുക വേണ്ടേ? നമ്മളതിന് ആളുകളെ ശ്രദ്ധിക്കണേ. ഓരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നിസ്കരിക്കുക. ഓല് പുകത്തിയാലും നമ്മൾ നിസ്കരിക്കുക. ഓലുള്ളപ്പോൾ നമുക്കൊരു നിസ്കാരം, ഓലില്ലാത്തപ്പോൾ വേറെ നിസ്കാരമാണെങ്കിൽ, നമ്മൾ പള്ളിയും നിസ്കരിക്കുമ്പോൾ ഉഷാറാണ്, വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ വേറെ കൊലത്തിലാണെങ്കിൽ ഒക്കെ നോക്കുക. നമുക്ക് നമ്മളെ റബ്ബിനെ മാത്രം കാണിച്ച് നമ്മൾ മറച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ നോമ്പുകാരാണെങ്കിൽ ഇബ്നു മസ്ഊദ് പറയും, നിങ്ങൾ നോമ്പുകാരായിട്ടാണ് നിങ്ങൾ നേരം പുലർന്നതെങ്കിൽ നിങ്ങൾ മുടിയൊക്കെ ഒന്ന് എണ്ണ ചീകി അങ്ങനെ ഞാൻ നോമ്പൊന്നും എടുത്തിട്ടില്ല എന്നുള്ള കോലത്തിൽ വന്നാൽ മതി. അല്ല ചില നോമ്പുകാരെ ഞാൻ നോമ്പുണ്ട് എന്ന് കാണിക്കണ്ട. ഇദാ അസ്ബഹ്തും സിയാമൻ ഫസ്ബിഹു മുതദഹിനീൻ. സുഫിയാൻ സൗരി പറഞ്ഞു, ബലഗനി, എനിക്കറിവ് കിട്ടിയിട്ടുണ്ട്, അന്നൽ അബ്ദ യഅമലുൽ അമല സിറൻ, ഒരടിമ രഹസ്യമായി കർമ്മങ്ങൾ ചെയ്യുന്നു, ഫലാ യസാലു ബിഹി ശൈത്താനു ഹത്താ യഗ്ലിബഹു, അങ്ങനെ ശൈത്താൻ അയാളെ പിന്നാലെ കൂടി അയാളെ ജയിക്കും. ഫയുക്തബ ഫിൽ അലാനിയതി, അത് പരസ്യവും എങ്ങനെങ്കിലും പറയും നമ്മളങ്ങനെ ചെയ്തിക്കണേന്ന്. ആളുകൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു ഇടങ്ങേറ് എങ്ങനെ പറഞ്ഞു പോവും. ചില മരിക്കാൻ കിടക്കുമ്പോഴേ കാരണം ഞാൻ ആ പള്ളി കൊടുത്ത കുറേ കാര്യങ്ങളാണ് പറയാം. അപ്പോൾ അതൊക്കെ നഷ്ടമാവും ചിലപ്പോൾ നീയത്ത് മോശമാണെങ്കിൽ. ശൈത്താൻ പിന്നാലെ കൂടി പരസ്യമാക്കും. സുമ്മ ലാ യസാലു ശൈത്താനു ബിഹി ഹത്താ യുഹിബ്ബ അൻ യുഹ്മദ അലൈഹി, അങ്ങനെ ശൈത്താൻ പിന്നാലെ കൂടി ഇതുകൊണ്ട് പുകഴ്ത്തപ്പെടാൻ ഇയാൾ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയെത്തും. ഫയുൻസഖ മിനൽ അലാനിയ, അത് പിന്നെ അവിടുന്നും അലാനിയത്ത് രഹസ്യമായ കർമ്മങ്ങൾ, പരസ്യമായ കർമ്മങ്ങൾ, ആളുകളെ കാണിക്കാനുള്ള കർമ്മങ്ങൾ. ഇയാൾ രഹസ്യമായ കർമ്മത്തിൽ ഇത് ആദ്യം രേഖപ്പെടുത്തിനെ, പിന്നെ ശൈത്താൻ കളിച്ച് പരസ്യമായ കർമ്മത്തിൽ രേഖപ്പെടുത്തി പറഞ്ഞല്ലോ. പിന്നെ കളിച്ച് പുകഴ്ത്തപ്പെടാൻ ആഗ്രഹിച്ചത് റിയായിൻ്റെ രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും ശൈത്താൻ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലാ തഅമൽ ലിതുദ്കർ, നീ ഒരിക്കലും നിന്നെ പരാമർശിക്കാൻ വേണ്ടി ഒരു കർമ്മവും ചെയ്യരുത്. ഉക്തുമിൽ ഹസനത കമാ തക്തുമുസ് സയ്യിഅത, നീ നിന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ മറച്ചു വെക്കുന്നത് പ്രകാരം നല്ല കാര്യങ്ങൾ മറച്ചു വെക്കുക. മോശപ്പെട്ട കാര്യങ്ങൾ ആരും അറിയണം നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ. ഇല്ല, എനിക്ക് എൻ്റെ മോശപ്പെട്ട ഗുണം ആരും അറിയണ ഇഷ്ടമല്ല. അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളും അങ്ങനെ ആരും അറിയണ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയ്ക്ക് നമ്മൾ കൊണ്ടുപോവുക. ഇതൊക്കെ നല്ല മാർഗ്ഗമാണ്, രഹസ്യമായി ചെയ്ത് ശീലിക്കുക. പിന്നെ വേറൊരു മാർഗം, എപ്പോഴും നമ്മളുടെ മനസ്സിനെ നമ്മൾ വിചാരണ ചെയ്യുക. എൻ്റെ നീയത്ത് മോശമായിക്കണോന്ന് എപ്പോഴും മനസ്സിനെ വിചാരണ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതൊക്കെ നീയത്ത് നന്നാക്കാനുള്ള മാർഗ്ഗങ്ങളാട്ടോ. ഈ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളിതിന് പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാൻ്റെ അടുത്താണ് നമ്മൾ ചിലപ്പോൾ പരിശ്രമിച്ച് നമ്മുടെ നീയത്ത് നന്നായി കിട്ടുക എന്നുള്ള അള്ളാൻ്റെ അടുത്താണ്. അള്ളാനോട് എപ്പോഴും ചോദിക്കുക. അള്ളാൻ്റെ ഫضل കൊണ്ട് അള്ളാഹ് നന്നാക്കി തന്നാൽ വലിയ കിട്ടലാണ്. ഇതാണ് ഏറ്റവും വലുത്. എപ്പോഴും നമ്മുടെ ശരീരത്തോട് ചോദിക്കുക, മനസ്സിനോട് ചോദിക്കുക, ഇതിപ്പോൾ ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടിയാണോ? ജനങ്ങളുടെ കൂട്ടത്തിൽ റിയായിനോട് ഏറ്റവും അടുത്ത ആളുകൾ റിയാ ഇല്ലാന്ന് തോന്നുന്ന പോലാണ്. എനിക്ക് റിയാ ഒന്നുമില്ല എന്നൊരാൾക്ക് തോന്നിയാൽ അയാൾക്ക് റിയാ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. എൻ്റെ അടുത്ത് ഞാൻ ചെയ്തത് റിയാ ആയി പോയോന്ന് എപ്പോഴും പേടിച്ചെടുക്കുന്ന ആളുകൾക്ക് റിയാ ഉണ്ടാവില്ല. ഇന്ന അഖ്റബൻ നാസി മിന റിയാ ആമനുഹും ലഹു, ഏറ്റവും കൂടുതൽ റിയായിനോട് നിർഭയത്തുള്ള ആളുകളാണ് റിയായിനോട് ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിനങ്ങനെ നമ്മുടെ ശരീരത്തോട് ചോദിക്കുക, മനസ്സിനോട് ചോദിക്കുക. കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുക. കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഇത് അള്ളാഹ്ക്ക് വേണ്ടിയാണോ അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ എന്ന് ചോദിക്കുക. അള്ളാഹ്ക്ക് വേണ്ടിയാണോ? നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുക. ഞാൻ ഈ ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടിയാണോ? എൻ്റെ തറാവീഹ്, എൻ്റെ സുജൂദ്, എൻ്റെ റുക്കൂ, എൻ്റെ രാത്രി നിസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ പഠനം ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണോ അല്ലേ എന്ന് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ്, നിസ്കരിക്കുന്നതിന് മുമ്പ് ചോദിക്കുക. ചെയ്യാൻ പോണത് പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ടും ചോദിക്കുക. റഹിമല്ലാഹു അബ്ദൻ വഖഫ ഇൻദ ഹമ്മിഹി ഫഇൻ കാന ലില്ലാഹി മളാ വഇൻ കാന ലിഗൈരിഹി തഅഖർ. നമ്മളൊരു ചിന്ത വരുമ്പോൾ, നമുക്കൊരു പ്രവർത്തനം ചെയ്യാൻ മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിച്ചാൽ ആദ്യം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയാണോ, എന്നാൽ പോട്ടെ, മുന്നോട്ട് പോട്ടെ, അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ, എന്നാൽ ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ കർമ്മത്തിന് ശേഷവും നമുക്കൊരു മുഹാസബത്ത് വേണം,
നമ്മുടെ മനസ്സിനെ നമ്മൾ വിചാരണ ചെയ്യണം. എന്താ വിചാരണ? ഞാനിപ്പോൾ ചെയ്തത് കുറഞ്ഞു പോയല്ലോ പഠിച്ചോനെ. അള്ളാഹുവിൻ്റെ പ്രതാപത്തിനും അള്ളാഹുവിൻ്റെ മഹത്വത്തിനും യോജിച്ച രൂപത്തിൽ ഐക്കണൻ്റെ വിഭാഗത്ത് ഒരിക്കലും ആയിട്ടില്ലല്ലോ. ഇതൊരു നല്ല ചിന്തയാണ്. അപ്പോൾ നമ്മുടെ കർമ്മത്തിന് കുറച്ചും കൂടി മെച്ചം കിട്ടും. പിന്നെ ചിന്തിക്കുക, ഞാനത് ഒഴിവാക്കലാണ് നല്ലത്, ചെയ്യാതിലാണ് നല്ലത്, ചെയ്ത് കഴിഞ്ഞിട്ടേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെയുള്ള മനസ്സുള്ളവരാക്കാനാണ് നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടത്. പിന്നെ അടുത്തൊരു മാർഗം, ഈ 4 കാര്യങ്ങളുണ്ടല്ലോ, ഇബ്ലീസ്, ഷൈത്താന്, ദുനിയാവ്, ഹവ, ഇബ്ലീസ്, നഫ്സ്, ഹവ, ദുനിയാവ്, ഈ 4 കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പയപ്പിക്കുക. ഇന്നി ബുലീതു ബി അർബഇൻ മാ സുല്ലിതു ഇല്ലാ ബി അജലി ശഖാവതി വ അനാ. ഇമാം ഷാഫി ആണോ അല്ലെങ്കിൽ വേറെ ഏത് പണ്ഡിതാണെന്ന് ഓർമ്മയില്ല. ഇന്നി ബുലീതു ബി അർബഇൻ മാ സുല്ലിതു ഇല്ലാ ബി അജലി ശഖാവതി വ അനാ. ഞാൻ 4 കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് അവർ എൻ്റെ പേരിൽ അധികാരം ചെലുത്താൻ കാരണം? അത് എൻ്റെ ദൗർഭാഗ്യം തന്നെയാണ്. ഇബ്ലീസ് വദ്ദുന്യാ വനഫ്സി വൽ ഹവാ. 1 ഇബ്ലീസാണ്, 2 ദുനിയാവാണ്, പിന്നെ എൻ്റെ ശരീരം, അതേപോലെ എൻ്റെ ദേഹേച്ഛകൾ. ഇതിനോടാണ് മത്സരിക്കണേ. നമ്മൾ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യണം നമ്മുടെ ശരീരത്തോടാണ്. നിസ്കരിക്കാൻ പോകുമ്പോൾ മനസ്സ് പറയും വേണ്ട എന്ന് പറയും, ആദ്യമൊക്കെ പറയും. അതേപോലെ തന്നെ ഹറാമ് കാണാൻ മനസ്സ് പറയും, ഒക്കെ പറയും. അവിടെ നമുക്ക് മത്സരിക്കാൻ കഴിഞ്ഞാൽ, അതേപോലെ ആളുകൾ കണ്ടോട്ടെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ ഇതിനോടാണ് യുദ്ധം ചെയ്യുക. എന്നിട്ട് അള്ളാഹിൻ്റെ ഇഷ്ടത്തിന് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. പിന്നെ പരമാവധി ഇങ്ങനെ തക്കല്ലുഫ് കാട്ടിക്കൂട്ടൽ കാണിക്കേണ്ട സ്ഥലത്തുനിന്ന് മാറിക്കുക. അത് നല്ലൊരു മാർഗ്ഗമാണ്. കുറേ റിയാക്ക് വരുന്ന സ്ഥലത്ത് നിന്ന് പരമാവധി മാറുക. അവിടെ ചെന്നാൽ ഞാൻ കാട്ടിക്കൂട്ടേണ്ടി വരും, അവിടെ ചെന്നാൽ ആളുകൾക്ക് വേണ്ടി ചെയ്യേണ്ടി വരും എന്നൊക്കെ തോന്നുന്ന സ്ഥലത്ത് നിന്ന് മാറുന്നാൽ ഇഖ്ലാസ് അത് നല്ലൊരു മാർഗ്ഗമാണ്. അവിടെ നബികളെ പറഞ്ഞിട്ടുണ്ട്, ഒമാ അന മിനൽ മുതകല്ലിഫീൻ, ഖുർആനിലെ ആയത്താണ്. ഞാൻ ഒരിക്കലും കാട്ടിക്കൂട്ടുന്നവരിൽ പെട്ട ആളല്ല, എന്തെങ്കിലും കാട്ടിക്കൂട്ടി കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ആളല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. ഖുർആന്റെ ആയത്താണ്, സൂറത്തു സ്വാദിലെ 86-ാമത്തെ ആയത്ത് അതാണ്. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. ഫുലൈൽ എന്ന പണ്ഡിതന്റെ അടുത്തേക്ക് ജരീർ എന്ന ആൾ വരുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് വിവരം കിട്ടി. ഫുലൈൽ എന്ന പണ്ഡിതന്റെ അടുത്തേക്ക് ജരീർ എന്ന ആൾ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വാതിൽ പുറത്തുനിന്ന് പൂട്ടി. അപ്പോൾ ജരീർ വന്നു, വാതിൽ പൂട്ടിയത് കണ്ടു. അപ്പോൾ ജരീർ മടങ്ങിപ്പോയി. അപ്പോൾ അലി പറയാണ്, എനിക്ക് ഈ വിവരം കിട്ടി, ഞാൻ ചെന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ ജരീറിന് വാതിലടച്ചത്, അല്ലെങ്കിൽ എന്താ അതിന് കാരണം? അപ്പോൾ ഫുലൈർലാന് പറയാണ്, റഹിമുള്ള പറയാണ്, അയാൾ വന്നാൽ അയാളുടെ സംസാരത്തിൽ, കവിയാണല്ലോ ജരീർ, കവിയാണ്, നല്ല നല്ല വാക്കുകൾ ഇങ്ങനെ പറയും. അപ്പോൾ ഞാനും തന്നെ നല്ല നല്ല വാക്കുകൾ പറയും. ചിലപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടിയൊന്നും ആവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്നെ കാണിക്കാനും പെരുമ കാണിക്കാനൊക്കെ വേണ്ടി പറയാം. അതുകൊണ്ടാണ് ഞാനത് വേണ്ട വെച്ചത്. പരമാവധി അങ്ങനത്തെ മാർഗ്ഗത്തിൽ നിന്ന് വിട്ടുവെക്കുക, ഇഖ്ലാസ് ഉള്ളവരായി ജീവിക്കാൻ ശ്രദ്ധിക്കുക, മറച്ചു വെക്കുക. പിന്നെ ശുഹറത്ത്, കീർത്തി കിട്ടാനുള്ള കാരണങ്ങൾ പരമാവധി ഒഴിവാക്കുക. പേടിയാണ് നമ്മൾ വലിയ വലിയ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പേടിയാണ്. സ്ഥാനം കൊതിക്കല്ല വേണ്ടത്, പേടിക്കുക വേണ്ടത്. അത് എത്തിക്കഴിഞ്ഞാൽ എന്താവും, പിന്നെ അതിൻ്റെ പേരിൽ കുറേ പുകയത്തൽ, പോസ്റ്ററിൽ പേര്. അപ്പോൾ ശരിക്കും നമ്മൾ കരയാണ് വേണ്ടത് അതിന് വേണ്ടി നമ്മൾ പൊട്ടിക്കരയാണ് വേണ്ടത്. ശരിക്കും അങ്ങനെ നമ്മൾ എത്തിപ്പെട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. ശുഹറത്തിൻ്റെ സ്ഥാനങ്ങളും പദവികളും പരമാവധി നമ്മൾ ഒഴിവാക്കുക. എത്ര പണ്ഡിതന്മാർ ഖാലിസ്ഥാൻ ഒഴിവാക്കിക്കണം, കുറേ പണ്ഡിതന്മാർ ഖാലിസ്ഥാൻ ഒഴിവാക്കി, കാരണം വേണ്ട വെച്ചിട്ടാണ്. പിന്നെ നമ്മുടെ രഹസ്യം നന്നാക്കാൻ ശ്രദ്ധിക്കുക. രഹസ്യം നന്നാക്കുക എപ്പോഴും. പരസ്യ ജീവിതത്തെക്കാൾ സുന്ദരമാണ് രഹസ്യ ജീവിതമെങ്കിൽ അയാൾക്ക് ഇഖ്ലാസ് പരമാവധി ഉണ്ടാവും. ആൾ പരസ്യത്തിൽ പള്ളിയിൽ ഇരിക്കണ പോലെ തന്നെയാണ് വീട്ടിലെങ്കിൽ അയാളുടെ മനസ്സെങ്കിൽ ഉഷാറാവും. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കന്നെ വേണം, കാരണം അത് പേടിക്കേണ്ട ഒരു വിഷയമാണ്. മൻ കാനത്ത് സരീറതുഹു അഫ്ളല മിൻ അലാനിയതിഹി ഫദാലികൽ ഫദ്ൽ. ഒരാളുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ ശ്രേഷ്ഠമാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഫദ്ൽ തന്നെയാണ്. വമൻ കാനത്ത് സരീറതുഹു ശർറൻ മിൻ അലാനിയതിഹി. ആരുടെയെങ്കിലും രഹസ്യ ജീവിതം അവൻ്റെ പരസ്യ ജീവിതത്തെക്കാൾ മോശമാണെങ്കിൽ അത് അക്രമമാണ്. ഫദാലിക്കൽ ജൗറു എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ ഇഖ്ലാസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്, ദുനിയാവിൽ റിയാ ഉണ്ടായാൽ എന്താ ഇപ്പം ഉണ്ടാവുക? ഒരാൾ റിയാ എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ വേറെ ഒന്നും ഉണ്ടാകില്ല. അയാളെ പുകഴ്ത്തിയിരുന്നവർ അയാളെ ഇകത്തും. നമ്മൾ ആര് പുകഴ്ത്താൻ വേണ്ടിയാണ് ചെയ്തത് അവരൊക്കെ നമ്മളെ ഇകത്തുന്ന ഒരു കാലം വരും. ആയിഷ ബീവി മുആവിയ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുന്ന ഒരു സംഭവമുണ്ട്. അമ്മാ ബഅദു ഫഇന്നൽ അബ്ദ ഇദാ അമില ബിമഅസിയത്തില്ലാ. ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിച്ചൊരു കർമ്മം ചെയ്താൽ
ആദ ഹാമിദുഹു മിനന്നാസി ദാമ്മ. അള്ളാഹുവിനോട് തെറ്റ് ചെയ്താണ് ഒരാൾ കർമ്മം ചെയ്യുന്നതെങ്കിൽ അയാളെ പുകഴ്ത്തിയിരുന്ന ആളുകൾ അയാളെ ഇകഴ്ത്തും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഈ ഒരു അപകടം നമുക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴും ഇഖ്ലാസോടെ ജീവിക്കണം. നമ്മൾ ഇന്നലെ വായിച്ചൊരു ഇബാറത്താണ്, ആരുടെങ്കിലും നിയ്യത്ത് ശുദ്ധമായി കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും. ആരെങ്കിലും ആളുകൾക്ക് വേണ്ടി അലങ്കാരം കാണിച്ചാൽ അള്ളാഹു അയാളെ നിന്ദിക്കന്നെ ചെയ്യും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നല്ല ഇഖ്ലാസുള്ള ആളുകളായി ജീവിക്കണം. അള്ളാഹു നമ്മളെ ഇഖ്ലാസുള്ളവരാക്കട്ടെ. 12ാമത്തെ മാർഗം ഇഖ്ലാസിൻ്റെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇഖ്ലാസോട് എനിക്ക് എന്താ കിട്ടുക? പഠിച്ചവൻ്റെ അടുത്ത് സ്ഥാനം, എൻ്റെ കർമ്മം ഉഷാറാകും, അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട കർമ്മമാകും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടാകും. ഇനി ഒരു ചോദ്യം, ഒരാൾ പരസ്യമായി കർമ്മങ്ങൾ ചെയ്യുന്നത് ഇഖ്ലാസിനെതിരാണോ? ഒരാൾ പരസ്യമായി കർമ്മങ്ങൾ ചെയ്യുന്നത് ഇഖ്ലാസിനെതിരാണോ? ഒരു ചോദ്യമാണല്ലോ. ഒരാൾ നിസ്കരിച്ച് എല്ലാവരും കാണുന്നുണ്ട്, അത് ഇഖ്ലാസിനെതിരാണോ? അങ്ങനെ നമുക്ക് വിധിക്കാൻ കഴിയൂല. കാരണം ഇഖ്ലാസ് ആർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ചിലപ്പോൾ ഒരു പരസ്യമായി കർമ്മം ചെയ്യുന്ന ആളുടെ മനസ്സ് വളരെ ശുദ്ധീകരിക്കും. അയാൾ ഇവിടെ നിന്ന് ചെയ്യുന്ന മാത്രം, അയാൾ ജനങ്ങളിലേക്ക് തിരിഞ്ഞേ നോക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ നമുക്ക് വിധിക്കാനൊന്നും പറ്റൂല. അൽ ഇഖ്ലാസു സിർറുൻ ബൈനല്ലാഹി വ ബൈനൽ അബ്ദ്. അത് അള്ളാഹുവും അടിമയും തമ്മിലുള്ള ഒരു രഹസ്യമാണ്. റഅയ്തു റജുലൻ യുസല്ലി വകുല്ലമാ റകഅ വസജദ ബക ഫത്തഹംതുഹു അന്നഹു യുറാഇ ബിബുകാഇഹി. ഈ സംഭവം നമ്മൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. മഖ്ഹൂൽ എന്നവർ പറയണം, ഒരാൾ നിസ്കരിക്കണം ഞാൻ കണ്ടു, അയാൾ നിസ്കരിക്കുമ്പോൾ സുജൂദ് റുക്കുവും ചെയ്യുമ്പോൾ അയാൾ കരയുന്നുണ്ട്, നല്ലോണം കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യണം. ഫത്തഹംതുഹു, എനിക്ക് അയാളെ കുറിച്ച് മോശം വിചാരം ഉണ്ടായി. ഫഹുരിംതുൽ ബുകാ സനതൻ, ഒരു കൊല്ലം പിന്നെ എനിക്ക് പഠിച്ചോനെ ആലോചിച്ച് കരയാൻ തന്നെ പറ്റിയിട്ടില്ല. അത് അള്ളാഹ് കൊടുക്കുന്ന ശിക്ഷയാണ്. നമ്മൾ മറ്റുള്ളവർ വിധിക്കാൻ നമ്മൾ പോകണ്ട. നമ്മൾ പറയാം ഓനൊരു ഇഖ്ലാസ് ഇല്ലാത്ത ആളാണ്, നമ്മൾ പറയാൻ പോകണ്ട. നമുക്കറിയില്ല, നമ്മളെ കാര്യം നോക്കുക. لا تشغلن بعيب نفسك بعيب غيرك عافلا عن غير نفسك انه عيباني. അങ്ങനെ ഒരു കവിത ഉണ്ട്, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എന്റെ ഓർമ്മ. لا تشغلن بعيب غيرك غافلا عن عيب نفسك انه عيباني. നീ നിന്റെ കുറവുകൾ നോക്കാതെ മറ്റുള്ളവരുടെ കുറവിന് പുറകെ പോകരുത്. അത് രണ്ടു കുറവാണ്. ഇന്നഹു ഐബാനി. മറ്റുള്ളവർക്ക് ഇഖ്ലാസ് ഉണ്ടോ ഇഖ്ലാസ് ഇല്ല എന്ന് വിധിക്കാൻ നമ്മൾ ആളുകളല്ല. നമ്മൾ അദ്ദേഹം കണ്ടോ, അദ്ദേഹം ആ ചങ്ങായി കരഞ്ഞ് നിസ്കരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇയാൾ റിയാ കാണിക്കുകയാണെന്ന് തോന്നിപ്പോയി. പിന്നെ ഇയാൾക്ക് കരാൻ തന്നെ പറ്റണില്ല. അള്ളാഹു അയാളെ ശിക്ഷിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അത് പരമാവധി മറച്ച് ചെയ്യുക. ഇനി നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. മനസ്സിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലെങ്കിൽ, നമ്മൾ ആളുകളിലേക്ക് തിരിഞ്ഞേ നോക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യന്നെ. അത് ഇഖ്ലാസിനെതിരൊന്നല്ല എന്നുള്ളതാണ്. പിന്നെ ഈ വിഷയത്തിൽ പറയാനുള്ള ചില വിഷയങ്ങൾ പരസ്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ട്. ഇപ്പൊ ബാങ്ക് രഹസ്യമായിട്ട് പേര് കൊടുക്കാൻ പറ്റില്ലല്ലോ. നിസ്കാരം, ജമാഅത്ത് നിസ്കാരം, ജിഹാദ്, ഇഖാമത്ത്, അതേപോലെ തന്നെ ഈദിൽ തക്ബീർ അല്ലല്, അതങ്ങനെ തന്നെയാണ് അള്ളാഹ് ഫർളാക്കിയത്. അപ്പം അങ്ങനെ ചെയ്യണം. ഞാൻ ഇഖ്ലാസ് ഇട്ടില്ല, അതുകൊണ്ട് പെരുന്ന് ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതങ്ങനെ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു വിഭാഗം കർമ്മങ്ങൾ എന്താ വെച്ചാൽ രഹസ്യാക്കലേക്കും പരസ്യാക്കുന്നതിനേക്കാൾ നല്ലത്. അതിപ്പോൾ ഉദാഹരണത്തിന് ഇമാമില്ലാതെ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഉറക്ക പാരായണം ചെയ്യൂലേ, അതൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഉറക്കം ഓതായിരിക്കും കൂടുതലല്ല, കുറച്ചുകൂടി രഹസ്യാക്കിയിട്ട് ഓതായിരിക്കും നല്ലത്. പരസ്യസ്കാരത്തിലല്ലാട്ടോ പറഞ്ഞു. പിന്നെ പ്രാർത്ഥന, കുറേ ആളുകൾ പരസ്യമാക്കാതെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മളാവുമ്പോഴുള്ള ആയിരിക്കും നല്ലത്. പിന്നെ മൂന്നാമത്തേത് ചിലപ്പോൾ നമ്മളത് പരസ്യമാക്കേണ്ടി വരും, ചിലപ്പോൾ രഹസ്യമാക്കി വെക്കേണ്ടി വരും. ഇപ്പോൾ സ്വതക്ക കൊടുക്കുന്ന ചിലത് പരസ്യമാക്കുന്നത് നന്നാവും. ആളെ നീയത്ത് ഉഷാറാണോ അത് പറയാം, പരസ്യമാക്കേണ്ടി വരും ചിലപ്പോൾ ആളുകൾ പിൻപറ്റാനൊക്കെ വേണ്ടി. ആരെങ്കിലും റിയാഇനെ പേടിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടവസ്ഥയാണ്. ഒന്ന്, ആളുകൾ പിൻപറ്റുന്ന ഒരാളാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അയാൾ പരസ്യമായിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പം എല്ലാവരും പിൻപറ്റുന്ന ഒരു ഉസ്താദാണെങ്കിൽ ആ ഉസ്താദ് എപ്പോഴും രഹസ്യമായി ചെയ്താലേ ആളുകൾ തന്നെ ഈ ചങ്ങായി നിസ്കരിക്കണമില്ല എന്ന് തോന്നും. അപ്പോൾ അത് തോന്നാതിരിക്കാനല്ല, അയാൾ മാതൃകയാകുന്ന വ്യക്തികൾ ചിലതൊക്കെ ചെയ്യേണ്ടി വരും. അത് പിന്നെ എപ്പോഴും സൂക്ഷിക്കണം. അയാൾക്ക് റിയാ ഇല്ലാന്ന് അയാൾ ഉറപ്പിക്കണം. പിന്നെ മാതൃക അല്ലാത്തൊരു വ്യക്തി, അങ്ങനെ പൊതുവെ ആളുകൾ മാതൃക ആക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അയാൾ പുറത്തുനിന്ന് ഇപ്പോൾ ചില പള്ളിക്കത്തെ ഇമാമ് അല്ലെങ്കിൽ ഖത്തീബൊക്കെ പള്ളിക്ക് തന്നെ സുന്നത്ത് നിസ്കരിക്കാനൊക്കെ ചിലപ്പോൾ അഫ്ദൽ, കാരണം സുന്നത്ത് പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് അയാൾ റിയാന് കുഴപ്പമില്ലെങ്കിൽ, അതായത് ഇഖ്ലാസിന് കുഴപ്പമില്ലെങ്കിൽ, എന്നാൽ മാതൃക അല്ലാത്ത ചിലപ്പോൾ ആൾ വീട്ടിൽ പോയി നിസ്കരിക്കാനായിരിക്കും അഫ്ദൽ. അങ്ങനെയൊക്കെ ഉണ്ടാകും. അത് ഓരോരുത്തരുടെ അവസ്ഥകളാണ്. അപ്പോൾ പരസ്യമാക്കുന്നുള്ളതുകൊണ്ട് റിയാനെതിരാകും എന്ന് പറയാൻ പറ്റില്ല. ഇനി കണ്ടോ, തർക്കുൽ അമലി ലിഅജലി നാസി റിയാ, ആളുകൾ കാരണത്താൽ കർമ്മം ഒഴിവാക്കൽ റിയാണ്. ആളുകൾ കാണുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ കർമ്മം ചെയ്യണില്ല, ആണോ ഒഴിവാക്കുക, തീരെ ചെയ്യണില്ല, അത് റിയാണ്. കാരണം ഓൻ്റെ മനസ്സിൽ എന്ത് വന്നു, ആളുകൾ കാണുന്നുള്ള വിഷയം വന്നു.
വൽ-അമലു മിൻ അജ്ലിൻ നാസി ശിർക്ക്, ആളുകൾ കാരണത്താൽ കർമ്മം ചെയ്ത ശിർക്കാണ്. യാ അല്ലാഹ്. വൽ ഇഖ്ലാസു, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അൻ യുആഫിയക അല്ലാഹു മിൻഹുമാ, ഈ രണ്ട് കാര്യത്തിൽ അല്ലാഹു കഴിച്ചിലാക്കലാണ് ഇഖ്ലാസ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇഖ്ലാസിനെതിരാകുന്ന കാര്യങ്ങളാണ് ഷിർക്ക്, ഷിർക്കുൻ അസ്ഗർ, റിയാ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളാണ് ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യുക, വേറെ ആരേക്കും തിരിഞ്ഞു നോക്കാതിരിക്കുക. രണ്ട്, ഒരാൾ തിരിഞ്ഞു നോക്കുന്നത് ഹലാലായ കാര്യങ്ങളിലേക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇതൊക്കെ അള്ളാഹ് സ്വീകരിക്കുക തന്നെ ചെയ്യും. പിന്നെ കർമ്മങ്ങൾ തള്ളപ്പെടുക റിയാ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇഖ്ലാസ് ഇല്ലാത്ത കർമ്മങ്ങൾ എന്തായാലും തള്ളപ്പെടും. അതിന് വ്യത്യസ്ത ഇനങ്ങളുണ്ട്, നമ്മൾ പറയുന്നില്ല. പിന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, ആളുകളെ കേൾപ്പിക്കുക, സുംഅത്ത് റിയാ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട വിശേഷണങ്ങളാണ്. പല നിലക്ക് തസ്മിയ ഉണ്ട്, ആളുകളെ കേൾപ്പിക്കലുണ്ട്. പിന്നെ ഞാൻ ഇന്ന കർമ്മം ചെയ്തിട്ടുണ്ട് എന്ന് കേൾപ്പിക്കുക. ഞാനേ അന്ന് എല്ലാവരും പ്രയാസത്തിലായപ്പോൾ ഞാനാണ് സ്വതക്ക കൊടുത്തു, ഞാനാണ് നിസ്കരിച്ചു, അങ്ങനെ ആളുകൾ അങ്ങനെ പറഞ്ഞെടുക്കുക. രണ്ട്, ചെയ്യാൻ പോണ കർമ്മം പറഞ്ഞെടുക്കുക. ഞാനിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കുറച്ചും കൂടി സ്വതക്ക ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെ ആവശ്യമില്ലല്ലോ, ആവശ്യമില്ലാതെ പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ അതിൽ പെടും, അത് കുറേ വിഷയമാണ്. അല്ലാഹ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണെന്ന് പറയാം. ഇനി അദ്ദേഹം കൊടുത്തൊരു ബാബാണ്, ചിലത് ഞാൻ വിടുന്നുണ്ട്, നമുക്ക് ഇഖ്ലാസ് അവസാനിപ്പിച്ച് നമുക്ക് നാളെ വേറെ ഇതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. ചില വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത അവസരത്തിൽ നമുക്ക് ഇഖ്ലാസിൽ നമുക്ക് വിട്ടുപോയ കാര്യങ്ങൾ പറയാം. അപ്പോൾ അത്യാവശ്യത്തിന് കുറേ വാർത്ത നമ്മൾ വായിച്ചിക്കണം. അവസാനമായിട്ട് ഈ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളുടെ കുറച്ച് സംഭവങ്ങൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. മുൻകാല ചരിത്രത്തിൽ മുമ്പുണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങൾ, അത് പറഞ്ഞൂടെ? അത് പറഞ്ഞ് അവസാനിപ്പിച്ചൂടെ? അതുകൂടി പറഞ്ഞൂടെ ഇൻഷാ അല്ലാഹ്? അതോ നാളെ കേൾക്കണോ? അതുകൂടി പറയാം. ചില ആളുകളുടെ കഥകളാണ്. ഇബ്നുൽ ജൗസി പറയാണ്, ചില ഹദീസ് വിദ്യാർത്ഥികൾ ഹദീസ് പഠിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തേക്ക് വരുമായിരുന്നു. എന്നിട്ട് ചില ആളുകൾ, ചില വിദ്യാർത്ഥികൾ ഉസ്താദ്മാരെ കൊണ്ടുപോയിട്ട് ടൈഗ്രീസ് നദിയുടെ ഓരത്ത് പോയിരുന്നു പഠിക്കും. എന്തിനാണ് ചെയ്യണത്? അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ നദിയുടെ ഓരത്ത് നിന്ന് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു എൻ്റെ ഉസ്താദ്. ചൊല്ലിക്കൊടുക്കുമ്പോൾ ഒരു ഉഷാറാണല്ലോ. കാരണം ഞാൻ പഠിച്ചത് എനിക്ക് ഉസ്താദ് ഇവിടുന്നാണ് പറഞ്ഞു തന്നത്, ഞാൻ എന്നെ ഉസ്താദ് ഒറ്റക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഹദീസ് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചില ആളുകൾ ഹദീസ്. വേറെ ചില ആളുകൾ അവിടെ റക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറെ പ്രസിദ്ധമായൊരു സ്ഥലമുണ്ട്. അപ്പോൾ രണ്ട് പേരും ഒരേപോലെ ഉണ്ടല്ലോ. അപ്പോൾ ആളുകൾ വിചാരിക്കും എന്ത്, ഞാൻ കുറേ ദൂരം യാത്ര ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ഹദീസ് പഠിച്ചത് എന്നൊക്കെ വിചാരിക്കാൻ വേണ്ടി ചില ആളുകൾ കളിക്കും. അങ്ങനെ എന്താ പറയുക, ചില ആളുകൾ പുഴയുടെ വരത്ത് പോയിട്ട് പറയും ഹദ്ദസനി ഫുലാൻ മിൻ വറാഇ നഹർ, പുഴയുടെ പിറകിൽ നിന്ന് എന്നെ കേൾപ്പിച്ചു എന്ന് പറഞ്ഞാൽ വറാഇ നഹർ എന്ന സ്ഥലമുണ്ട്. വറാഇ നഹർ എന്ന പുഴയുടെ പിറകു എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ അവിടുന്ന് ഹദീസ് പറഞ്ഞു, യാത്ര ചെയ്തു എന്ന് കേൾപ്പിക്കാൻ വേണ്ടി. അങ്ങനെ കുറേ ആളുകൾ ഇഖ്ലാസ് ഇല്ലാത്ത, ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ നമുക്കറിയാലോ, നമ്മളെ തന്നെ ചിലപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് പറയണേ, നമ്മൾ തന്നെ ഞാൻ രാത്രി എണീറ്റപ്പോൾ എന്താ പറയുക, രാത്രി ഒരു 3 മണിക്കൊക്കെ എണീറ്റിനു, ആ സമയത്താണ് ഒരു ശബ്ദം കേട്ടതെന്നൊക്കെ പറയും. ശബ്ദം കേട്ട് അറിയിക്കലെന്നല്ല നമ്മുടെ ലക്ഷ്യം, നമ്മൾ രാത്രി എണീറ്റു എന്ന് അറിയിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പേടിക്കണം. അങ്ങനെ കുറേ അജബുകൾ ഇതിലുണ്ടാവും. കുറേ ആളുകൾ അങ്ങനെ പല വിഷയത്തിൽ ഇബ്ലീസ് ഭയപ്പിക്കുന്നവരുണ്ടാവും. നമ്മളതിൽ പെട്ടുപോകരുത്. നമ്മുടെ കർമ്മം ഫുള്ള് അള്ളാഹ്ക്ക് വേണ്ടാകണം. ചില ആളുകൾ സുബൈ ജമാഅത്തിനും ഇമാമക്കും എന്നിട്ട് തിരിയും, എന്നിട്ട് മുഅവ്വിദത്തൈനി ഓതും, എന്നിട്ട് ദുആഉൽ ഖത്മ് ചെയ്യും. യാ അല്ലാഹ്. ചില ആളുകൾ സുബഹി നിസ്കാരത്തിന് ഇമാം എന്നാലേ നാസും ഫലക്കും ഇഖ്ലാസും ഓതും. പണ്ടാട്ടോ. എന്തിനാന്ന് വെച്ചാൽ, ഞാൻ രാത്രി മുഴുവൻ ഖുർആൻ ഓതിനു, ഇപ്പം എന്തായി, ഖുർആൻ ഖത്മ് ചെയ്തു എന്ന് ആളുകൾക്ക് തോന്നാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിഞ്ഞിട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എപ്പോഴും രഹസ്യമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താണ് ഒരാളുടെ ഇഖ്ലാസിൻ്റെ അടയാളങ്ങൾ എന്ന് പണ്ഡിതന്മാർ കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇഖ്ലാസിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ് അയാൾ എപ്പോഴും ഹക്കിന് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുക, വേറെ ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കും, അയാളുടെ നഫ്സിന് വേണ്ടി ഒന്നും ചെയ്യൂല. അള്ളാഹിൻ്റെ ദീന് ഉയരട്ടെ എന്ന് കരുതി പ്രവർത്തിക്കുക നല്ല അടയാളമാണ്. ഖൈർ പ്രചരിക്കണം എന്നായിരിക്കും അയാളുടെ എപ്പോഴും ഇഖ്ലാസിൻ്റെ ഒരു അടയാളമാണ്. ഇത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില അടയാളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളുടെ ദമ്മും മധുഹും ഒരേപോലെ ആവുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പണ്ഡിതന്മാരുടെ ഇഖ്ലാസിൻ്റെ വാർത്തകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും.
ഇമാം അഹ്മദ് പറയും, നീ നല്ല നിയ്യത്ത് വെക്കണം. ഇൻവിൽ ഖൈർ ഫഇന്നക ലാ തസാലു ബിഖൈറിൻ മാ നവൈതൽ ഖൈർ. നീ നല്ല നിയ്യത്ത് വെച്ചാൽ എപ്പോഴും നീ ഖൈറിലായിരിക്കും, നല്ല നിയ്യത്താണെങ്കിൽ. നാഫിഅ ഇബ്നു ജുബൈറിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ജനാസസ്കാരത്തിന് പങ്കെടുക്കുന്നില്ലേ? അതെ, ഞാൻ പങ്കെടുക്കുന്നില്ല, ഞാൻ നിയ്യത്ത് വെക്കട്ടെ. കാരണം നിയ്യത്ത് വെച്ചിട്ടാണ് എല്ലാ കർമ്മത്തിലേക്കും ചെല്ലേണ്ടത്. ഇബ്രാഹിം നഖൈ പറയുന്നു, ലം യകുൻ അബ്ദുറഹ്മാൻ ബിൻ യസീദ് യഅമലു ഷൈഅൻ ഇല്ലാ ബിനിയ്യ. എന്ത് ചെയ്യുമ്പോഴും അബ്ദുറഹ്മാൻ ബിൻ യസീദിന് നിയ്യത്ത് ഉണ്ടാകുമായിരുന്നു, നല്ല നിയ്യത്തൊക്കെ ആയിരുന്നു തുടക്കത്തിൽ. ഹത്താ ഇൻ കാന യശ്റബുൽ മാഅ ബിനിയ്യ, വെള്ളം കുടിക്കുമ്പോൾ പോലും നിയ്യത്തൊക്കെ ആയിരുന്നു. പണ്ഡിതന്മാരെ വാർത്തയാണ്, അവർക്ക് എങ്ങനെയാണ് ജീവിച്ചത്. ഇബ്രാഹിം എമിയോട് ചില പണ്ഡിതന്മാർ നിങ്ങൾ സംസാരിക്കുന്ന പറയുമ്പോൾ, ഞാൻ ഇപ്പോൾ സംസാരിക്കണേ, നിയ്യത്ത് നന്നാക്കട്ടെ, ഇങ്ങോട്ട് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് ഈ വിഷയത്തിൽ കേട്ട ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ പണ്ഡിതനാണ്. എൻ്റെ ജീവിതത്തിൽ അവരെ സ്വാധീനിച്ചൊരു കഥ കേട്ടത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായി ഒരു സദസ്സിലേക്ക് ചെന്നു. ഫുഖഹാക്കളും പണ്ഡിതന്മാരൊക്കെയുള്ള വലിയൊരു സദസ്സാണ്. അപ്പോൾ അവിടെ അവർ ഒരു വിഷയം ചർച്ച ചെയ്തു. അപ്പോൾ ഈ വിഷയം ഉസ്താദ്, അതായത് ഇബ്നു റജബ് അൽ ഹംബലി എന്ന് പറയുന്ന പണ്ഡിതൻ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിപ്പിച്ചു കൊടുത്ത വിഷയമാണ്. പക്ഷേ ഇബ്നു റജബ് അൽ ഹംബലി ഇവിടെ മിണ്ടുന്നേ ഇല്ല, അവരൊക്കെ സംസാരിക്കുന്നുണ്ട്, അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിക്കുന്നേ ഇല്ല. അപ്പോൾ പോരുന്ന വഴിക്ക് ശിഷ്യൻ ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ എന്താണ്, ഞങ്ങൾ ക്ലാസ്സിൽ ഈ വിഷയം വളരെ ഉഷാറായി പറഞ്ഞതാണല്ലോ, പിന്നെ എന്താ അവിടെ നിന്നൊന്നും ഉണ്ടായിരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ നല്ല നിയ്യത്തോടെ പറഞ്ഞിന്, അവിടുന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല നിയ്യത്താകൂല, ചിലപ്പോൾ തർക്കിക്കാനും ഒക്കെ വേണ്ടി ആകും, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഉണ്ടായിരുന്നതെന്ന് ഇബ്നു റജബ് അൽ ഹംബലി പറഞ്ഞ ഒരു കഥ ഇവിടെ മനസ്സിലാക്കാം. പണ്ഡിതന്മാർ അവരുടെ പ്രവർത്തനങ്ങൾ മറച്ചു വെച്ചിരുന്നു, പരമാവധി മറച്ചു വെച്ചിരുന്നു പലരും. ഇൻകാന الرجل لقد جمع القرآن وما يشعر به جاره. മുൻകാലത്തെ ചില ആളുകൾ ഖുർആൻ ഫുള്ള് മനപ്പാടാക്കിയിരുന്ന, പക്ഷെ ആർക്കും അറിയില്ല. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. وإنكان الرجل لقد فقه الفقه الكثير وما يشعر به الناس. ചില ആളുകൾ കുറേ അറിവ് പഠിച്ചു, പക്ഷെ ആരും അറിയില്ല. وإنكان الرجل يصلي الصلاة الطويلة في بيته وعنده الزوار وما يشعرون به. ചില ആളുകൾ ദീർഘമായി നിസ്കരിക്കും, അതിഥികൾ ഉണ്ടാവും വീട്ടിൽ, പക്ഷെ ആരും അറിയാതെ ഇയാളത് ചെയ്യും. ولقد أدركنا أقواما ما كان على ظهر الأرض من عمل يقدرون على يعملوه في سر فيكون علانية أبدا. ഞാൻ കുറേ ആളുകളെ കണ്ടിട്ടുണ്ട് സ്വഹാബത്തിൽ, എത്രത്തോളം കർമ്മങ്ങൾ രഹസ്യമാക്കാൻ പറ്റുമോ അത്രത്തോളം രഹസ്യമായിട്ടായിരുന്നു അവർ ചെയ്തിരുന്നത്. എപ്പോഴും അവർ ഇഖ്ലാസോട് കൂടിയായിരുന്നു ജീവിച്ചിരുന്നത്. സ്വതക്ക കൊടുക്കുമ്പോഴും ജിഹാദ് ചെയ്യുമ്പോഴും ഒക്കെ ഇതുണ്ടായിരുന്നു. ഒരുപാട് കഥകൾ സലഫിന് പറയാനുണ്ട് ഈ വിഷയത്തിൽ. പിന്നെ അവർ കരയുന്നതും അവർക്ക് സ്വാധീനം ഉണ്ടാകുന്നതൊക്കെ അവർ പരമാവധി മറച്ചു വെച്ചിരുന്നു. അങ്ങനെ എത്ര ആളുകൾ, എത്ര പണ്ഡിതന്മാരുണ്ട്. إن كان الرجل لا يجلس المجلس فتجيئه عبرته فيردها فإذا خشي أن تسبقه قام. എത്ര പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കരച്ചിൽ വന്നാൽ നിർത്തിയ ആളുകൾ കാണുമ്പോൾ അങ്ങനെയൊന്നും കാണിക്കാതെ ഉള്ള എത്രയോ പണ്ഡിതന്മാരുണ്ട്. إن كان الرجل يتعبد 20 سنة وما يعلم به جاره. അയൽവാസി അറിയാതെ 20 കൊല്ലം ഇബാദത്തിലായ ആളുകൾ ഒക്കെ ഉണ്ട്. ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കരച്ചിൽ വരുമ്പോൾ ബാക്കോട്ട് എന്തൊരു ജലദോഷമാണെന്ന് പറഞ്ഞിട്ട് കരച്ചിൽ കാണിക്കാത്ത പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. രാത്രി നിസ്കാരം മറച്ചു വെച്ചിരുന്നവർ, ആരാധനകൾ മറച്ചു വെച്ചിരുന്നത്. അയ്യൂബ് സഖ്തിയാനി രാത്രി മുഴുവൻ നിസ്കരിക്കുമായിരുന്നു. ഫയുഖ്ഫി ദാലിക, അങ്ങോട്ട് മറച്ചു വെക്കുമായിരുന്നു. ഫൈദാ കാന ഇൻദ സുബ്ഹ് റഫഅ സൗതഹു കഅന്നഹു ഖാമത്തിൽ കസ്സാ. സുബഹിന്റെ സമയമാകുമ്പോൾ അദ്ദേഹം സൗണ്ട് കുറച്ച് ഉറക്കോതും. കാരണം ആളുകൾ വിചാരിക്കും ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. ശരിക്കും അദ്ദേഹം രാത്രി മുഴുവൻ നിസ്കരിച്ചിരുന്നു. അങ്ങനെയൊക്കെ പണ്ഡിതന്മാർ ജീവിച്ചു പോയിട്ടുണ്ട്. സഹോദരങ്ങൾ, ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ പേടിക്കണം. നമ്മളിങ്ങനെയൊക്കെയാണോ ഓരോരുത്തർ സംഭവം വായിക്കാന്നല്ല അപ്പുറത്ത് നമ്മൾ പെയിലപ്പെടുക. നമ്മുടെ കർമ്മങ്ങളൊക്കെ പെയിലേക്കാരം. അല്ലാതെ സ്വീകരിക്കുന്ന കർമ്മത്തിൽ എത്തണുണ്ടാവോ? അതോ ഇഖ്ലാസോട് കൂടിയാണോ നമ്മൾ ചെയ്യുന്നുണ്ടാവുക? അത് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം, നമ്മൾ നന്നാക്കി തരണേന്ന്. പ്രസിദ്ധി ആഗ്രഹിക്കാത്ത പണ്ഡിതന്മാർ, എത്രയോ പണ്ഡിതന്മാർ. ഇബ്രാഹിം നഖൈൻ്റെ അടുത്തൊക്കെ ചില പണ്ഡിതന്മാർ 5-4 ശിഷ്യന്മാർ മാത്രമേ ഇരിക്കുള്ളൂ. കാരണം ഇവരൊക്കെ എപ്പോഴും ഒരു അള്ളാഹു അല്ലാതെ വേറൊരു പ്രതീക്ഷ ഇവർക്കൊന്നുമില്ല. നമുക്ക് മാത്രമാണ് വേറെ ആളുകൾ എന്തെങ്കിലും കാണാന്നുള്ളതാണ്. ആരും എന്നെ അറിയരുത് എന്ന് പ്രാർത്ഥിച്ച ആളായിരുന്നു ഇമാം ഷാഫി. എന്നെ ആരും അറിയരുത്, എൻ്റെ മസാലകളൊക്കെ ആളുകൾ പഠിക്കണം, പക്ഷെ എന്നെ ആരും അറിയരുതെന്ന് പ്രാർത്ഥിച്ചത്. നമ്മൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുക, ചെറുപ്പത്തിനെ എങ്ങനെ പഠിപ്പിക്കുക? ഉമ്മമാരെന്താ പറഞ്ഞു കൊടുക്കുക? എല്ലാവരും അറിയുന്ന ആളാണ് കേട്ടോ, ആളുകൾക്കിടയിൽ വലിയ അങ്ങനെയല്ലല്ലോ. ശരിക്കും ഇഖ്ലാസുള്ള ആളാകണം. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിൽ ചെറുപ്പത്തിൽ ഇങ്ങനെ എല്ലാവരും അറിയുന്ന ആളാക്കുക എന്നുള്ളതല്ല. അള്ളാൻ്റെ അടുത്ത് വലിയ സ്ഥാനം കിട്ടണമെന്നാണ് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആര് കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും അള്ളാൻ്റെ അടുത്ത് വലിയ ആളാണ് കേട്ടോ എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഞാൻ മനസ്സിലാക്കുക നമ്മളൊക്കെ ഇതിനെതിരാണെങ്കിൽ നമ്മളെപ്പോഴും പരിശ്രമിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. ഇൻഷാ അള്ളാഹ് നമ്മൾ ഇഖ്ലാസ് എന്നുള്ള ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പറയാനുണ്ട്.
അതിന് വളരെ പ്രധാനപ്പെട്ടത് അതിൻ്റെ നമ്മളൊരു കടലിൻ്റെ ഓരോന്നൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ചൊക്കെ പറഞ്ഞു എന്ന് മാത്രം, അതൊക്കെ പഠിക്കേണ്ട വിഷയമാണ്. എന്നിട്ട് നമ്മൾ ഹൃദയം ഈ ഇഖ്ലാസിലാക്കുക. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് വേറൊരു അമൽ ഖൽബ് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ പരിശുദ്ധമായ കർമ്മങ്ങളാക്കട്ടെ. അള്ളാഹുവിനെ പേടിക്കുന്നവരിൽ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പേടിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ രഹസ്യ ജീവിതം അള്ളാഹു പരസ്യ ജീവിതത്തേക്കാൾ ഭംഗിയുള്ളതാക്കട്ടെ. നമ്മുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന കർമ്മങ്ങളാകട്ടെ. ഹദാ വല്ലാഹു അലം വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന വഹബീബിന മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.